പ്രത്യേകിച്ച് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആത്മീകതയ്ക്കെല്ലാം ഒരു കാണാത്ത വശമുണ്ട്, കാണുന്ന വശമുണ്ട്, കാണാത്ത വശമുണ്ട്. ഇങ്ങനൊരു യോഗം ക്രമീകരിച്ചപ്പോൾ നമ്മളിവിടെ ഒരുമിച്ചായിരിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടുന്ന വിധത്തിലാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാം, കാതുകൊണ്ട് കേൾക്കാം, അടുത്തിരിക്കുന്ന ആളെ സ്പർശിക്കാം. ഇതൊക്കെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടുന്നതാണ്. കാണുന്ന വശം കുറച്ചുകൂടെ കാശുണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ സംഘാടനത്തെ പാഠം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് വലിയൊരു ഗ്രൗണ്ട് എടുത്ത് ആ ഗ്രൗണ്ടിനകത്ത് മനോഹരമായിരിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിച്ച് നാടൂര് മുതൽ ഫ്ലക്സൊക്കെ വെച്ച് കാശുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ കാണുന്ന വശം പൊലിപ്പിക്കാൻ ഇച്ചിരി കാശും സംഘാടകത്തെ പാഠവും മതി. അങ്ങനെയുണ്ടെങ്കിൽ അത് ഇച്ചിരിയോടെ വിപുലമാക്കാമായിരുന്നു. എന്നാൽ യോഗത്തിൻ്റെ വിജയം ഇരിക്കുന്നത് കാണുന്ന വശത്തല്ല, കാണാത്ത മണ്ഡലത്തിലാണ്. സ്തോത്രം. ഇതിനൊരു കാണാത്ത വശമുണ്ട്. അതിന് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ആത്മമണ്ഡലം എന്നാണ് വിളിക്കുന്നത്, സ്പിരിച്വൽ റലം. 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ ഒരു സ്ഥലത്ത് കൂടി വന്ന് ആ നാമത്തെ ഉയർത്താൻ തുടങ്ങുമ്പോൾ ആത്മമണ്ഡലം വെളിപ്പെടാൻ തുടങ്ങും. അത് നമ്മൾ കാണുന്നിടത്തല്ല, നമ്മുടെ കൈയെത്തുന്നിടത്തല്ല. അതിൻ്റെ റലം എത്രത്തോളം വരുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുകയില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത്. നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ, നിങ്ങൾ സ്തുതിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ, സഹോദരങ്ങൾ പാടുമ്പോൾ, അന്യഭാഷ പറയുമ്പോൾ, എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ രാത്രി നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ പോലും ആത്മാർത്ഥതയോടെയാണെങ്കിൽ ആത്മമണ്ഡലം വെളിപ്പെടും. അതിൻ്റെ തലങ്ങൾ വെളിപ്പെടാനിടയാകും. അതിൻ്റെ ഒത്തിരി തെളിവുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. സ്തോത്രം. അങ്ങനെ ആത്മീക രഹസ്യമായി കാണുന്ന, നമ്മൾ കാണാത്ത മേഖലയിൽ ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളത് ഇന്ന് രാത്രി അറിയണമെന്നില്ല. ഇന്നലെ യോഗം നടന്നപ്പോൾ അത് അറിഞ്ഞിരിക്കുകയില്ല. പക്ഷെ അതിൻ്റെ അനന്തര ഫലം അനുഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഈ മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 2026 പകുതിയാകുമ്പോഴായിരിക്കും. ആത്മമണ്ഡലത്തിൽ ദൈവം എന്ത് ചെയ്തോ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ വരുന്നത് ഈ യോഗമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം, ഉപവാസങ്ങൾക്കും പ്രാർത്ഥനകൾക്കും കൺവെൻഷനുകൾക്കും നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾക്കും എല്ലാം സഭായോഗങ്ങൾക്കും ആത്മീകതയ്ക്കെല്ലാം ഒരു കാണാത്ത മേഖലയുണ്ട്. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് സജീവമാകട്ടെ. അത് അറിയുന്ന ദൈവമക്കൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. അത് ഈ രാത്രി ദൈവകൃപയാൽ തെളിഞ്ഞു വരട്ടെ. ചില അനുഭവങ്ങൾ അവിടെ വെളിപ്പെടാനിടയാകട്ടെ. പരിശുദ്ധാത്മാവിന് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സാന്നിധ്യം നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവ് അത് വെളിപ്പെടുത്താതിരിക്കുകയല്ല. വേദപുസ്തകത്തിൻ്റെയും ആത്മീകത്തിൻ്റെയൊക്കെ മറ്റൊരു പ്രത്യേകത പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ പറയാം. എന്നിട്ട് കുറിവാക്യം വായിക്കാം. ബൈബിളൊരു വാക്യമുണ്ട്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അത് നമ്മൾ സാധാരണ സുവിശേഷമൊക്കെ പറയാൻ പോകുമ്പോൾ സമുദായസ്ഥരോ അക്രൈസ്തവരായിരിക്കുന്ന ആൾക്കാരോടൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് അവർക്കുള്ള വാക്യമെന്ന് വിചാരിക്കരുത്. നമ്മൾ എല്ലാം ഒന്നും അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല, അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്തോത്രം. ഈ രാത്രി ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നവർക്കറിയാം, എത്രയോ പേര് 25 വർഷം ഞാൻ ഈ പൗരുഷനിലൊക്കെ പ്രസംഗിക്കുന്നത് കൊണ്ട് വർഷങ്ങൾ ശുശ്രൂഷയിലായിരുന്ന ആൾക്കാർ പോലും എന്നെ മെസ്സേജ് ഇട്ടു അല്ലാതെ പറഞ്ഞിട്ടുണ്ട്, ഷാജി പാസ്റ്ററെ ആ കാര്യത്തിനകത്ത് അങ്ങനെ ഒരു രഹസ്യം ഉണ്ടായിരുന്നു എന്ന് ഇന്നാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അങ്ങേര് ഇന്നാണ് വിശ്വാസത്തിൽ വന്നതെന്നല്ല. 30-35 വർഷമായിട്ട് ശുശ്രൂഷയിൽ നിന്ന ആളാണ് അദ്ദേഹം. കുറഞ്ഞ ആളായതുകൊണ്ടല്ല. അതിൻ്റെ രഹസ്യം ഇതാണ്, നമ്മൾ പലതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ വാതിൽ തുറന്നിട്ടാൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും, സത്യം അറിഞ്ഞുകൊണ്ടിരിക്കും. ആ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കാമെങ്കിൽ അത് നമ്മളെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രിയിലും അതിവിടെ സംഭവിക്കണം. ചിലർ സത്യം അറിയണം, ഇതിനകത്ത് ഇങ്ങനെയൊക്കെ രഹസ്യങ്ങളുണ്ടെന്ന് അറിയണം.
ഞങ്ങൾ അറിഞ്ഞതിനേക്കാൾ അപ്പുറം ചില കാര്യമുണ്ടെന്ന് അറിയണം. അറിഞ്ഞിട്ട് ആമീൻ പറഞ്ഞു പോകുകയല്ല, അറിഞ്ഞത് അവരെ സ്വതന്ത്രമാക്കാനിടയാകണം. അതിനകത്തും പുറത്തും ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ നമ്മുടെ ഒരു സത്യം അറിയാണ്, ആത്മീയതയ്ക്കൊരു രഹസ്യ മണ്ഡലമുണ്ടെന്ന്, കാണാത്തൊരു വശമുണ്ടെന്ന്. സ്തോത്രം. നമുക്കൊരു പക്ഷേ ഒരു ഊഹമുണ്ടായിരിക്കാം, പക്ഷെ അതിനെ അറിയുകയാണ്. ആ അറിവ് ഇന്ന് രാത്രി ചില മേഖലകളെ പൊട്ടിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിൽ വിശ്വസിക്ക്, കാണാത്ത മണ്ഡലത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. അതിന്ന് രാത്രി ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആത്മമണ്ഡലം ഇന്ന് എൻ്റെ വീടിൻ്റെ മുകളിലാണെങ്കിലും സ്വർഗം ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ, അവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ചയച്ച വീട്ടിൽ, എൻ്റെ മക്കൾ പഠിക്കാൻ പോയ സ്ഥലത്ത്, ജോലിക്ക് പോയ സ്ഥലത്ത്, എവിടാന്നറിയില്ല, എവിടാണെങ്കിലും അവിടെ എല്ലാം ഇവിടെ പ്രാർത്ഥിക്കുന്ന അമ്മമാർ, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ, കർത്തൃദാസന്മാർ, ദൈവമക്കൾ ആവശ്യബോധത്തോടെ സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങളുടെ വിഷയം ഇരിക്കുന്നത് എവിടാണോ ആ മേഖലയിൽ വിടുതലുണ്ടാകുമെന്ന് സംഭവിക്കും. ഹല്ലേലൂയ. ഞാനതിൻ്റെ ഒരു തെളിവ് പറയാം. എൻ്റെ ഒന്നിലധികം തെളിവുണ്ട്, പക്ഷെ അതല്ല എൻ്റെ പ്രസംഗ വിഷയം. അതുകൊണ്ട് ഞാൻ അവിടെ പെട്ടെന്ന് ഇത് പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഒരു കാര്യം പൂർത്തീകരിക്കാതെ എങ്ങനെ തിരിച്ചു പോരുന്നത്. അതുകൊണ്ട് ഞാനത് പൂർത്തീകരിച്ച് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് കുറിവാക്യത്തിലേക്ക് വരാം. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ ആത്മീകമായിട്ട് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിന് കാണാത്തൊരു വശമുണ്ട്. നമ്മൾ അറിയുന്ന പോലുമില്ല, പക്ഷെ ചില പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഞാൻ തെളിവ് ഒരെണ്ണം പറയാം. ഒറ്റ തെളിവ് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കുറിവാക്യം വായിക്കാം. 70 പേരെ കർത്താവ് അയച്ചൊരു സംഭവം വിശുദ്ധ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. ഈരണ്ടായിട്ട് കർത്തൃദാസന്മാരെങ്കിലും ഓർക്കുന്നില്ലേ, കർത്താവ് പെട്ടെന്ന് ഒരു എമർജൻസി സ്റ്റാറ്റസ് എന്ന നിലയ്ക്ക് പെട്ടെന്ന് കർത്താവ് സ്തോത്രം ഒരു 70 പേരെ തിരഞ്ഞെടുത്തു. അവർ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് അല്ല. പിന്നെ അവരെന്ത് ചെയ്തെന്നൊന്നും അവരെക്കുറിച്ച് രേഖയില്ല. ലൂക്കോസ് 10 ആ സംഭവം എഴുതിയിട്ടുണ്ട്. അനന്തരം കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തു. ഈരണ്ടായിട്ട് അവരെ അയച്ചു. പോകാൻ നേരത്ത് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് സ്തോത്രം കർത്താവരെ അയക്കുകയാണ്. കർത്താവിന് ചെല്ലാനിരിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് ഇവരെ അയച്ചു. 17 വാക്യത്തിലെത്തുമ്പോൾ ഈ പോയവർ ആര്? ചെന്നായ്ക്കളുടെ നടുവിലേക്ക് പോയ കുഞ്ഞാടുകൾ. അവർ തിരിച്ചു വരുന്നത് 17 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ തിരിച്ചു വന്നേ? അവിടെ എഴുതിയിരിക്കുന്ന നോക്കി, എങ്ങോട്ടാ യേശു വിട്ടത്? ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് വിട്ടത്, കുഞ്ഞാടുകളെയാ വിട്ടത്. എന്നിട്ട് അവർ തിരിച്ചു വരുന്നത് മൂക്ക് മുറിഞ്ഞും കൈ ഒടിഞ്ഞും ചെവി ചെന്നായി എല്ലാം കടിച്ചു പറിച്ച് ചോര ഒലിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. അല്ല, സ്തോത്രം, തിരിച്ചു വരുന്നത് സന്തോഷത്തോടെയാണ്. ഞാനൊരു ദൂത് പറയാം, അയക്കുന്നത് കർത്താവാണെങ്കിൽ സ്തോത്രം, അതിന് ഏത് ചെന്നായിക്കൂട്ടത്തിലേക്ക് അയച്ചാലും, ഏത് സിംഹക്കൂട്ടിലേക്ക് അയച്ചാലും, അയച്ചത് കർത്താവാണെങ്കിൽ കരഞ്ഞോണ്ട് തിരിച്ചു വരേണ്ടി വരില്ല, മുറിവേറ്റ് തിരിച്ചു വരേണ്ടി വരില്ല, സന്തോഷത്തോടെ മടങ്ങി വരും. ഹല്ലേലൂയ. സന്തോഷത്തോടെ മടങ്ങി വരും. അവർ സന്തോഷത്തോടെ മടങ്ങി വന്നു. സന്തോഷത്തോടെ മടങ്ങി വന്ന ആവേശത്തോടെ അവർ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. അതൊരു അത്ഭുതകരമായിരുന്നു. കാരണം അന്ന് വരെ ചരിത്രത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങിയിട്ടില്ല ആർക്കും. പക്ഷേ യേശു അയച്ച സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ, അവർ ചില ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ അവർ കണ്ണുകൊണ്ട് കണ്ടു ഭൂതങ്ങൾ കീഴടങ്ങുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അത് ആശ്ചര്യപ്പെട്ടവർ. വീടുകളിൽ ചെന്നപ്പോൾ ആളുകൾ സ്വീകരിച്ചതോ, അവർ ചായ കൊടുത്തതോ, നാരങ്ങ വെള്ളം കൊടുത്തതോ, പോരാ നേരത്ത് അവർക്ക് കവറിനകത്തിട്ട് കാശ് കൊടുത്തതൊന്നും അല്ല അവർക്ക് ആശ്ചര്യമായി തോന്നിയത്. ഞങ്ങൾ ചെന്നപ്പോൾ ഭൂതങ്ങൾ കീഴടങ്ങി. അതിൽ ഭയങ്കര സന്തോഷിച്ചിരിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം അവരോട് തിരിച്ചു പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞു വന്ന ആത്മമണ്ഡലത്തിലെ രഹസ്യ കാര്യങ്ങൾ. കർത്താവ് അവരോട് പറയുകയാണ്, ഞാനൊരു കാര്യം കണ്ടു. ഞാൻ കണ്ടത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതല്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. എപ്പോ? ഈ 2 പേർ വീതം ഓരോ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവര് കണ്ടത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതാ. ചിലപ്പോൾ ചില ആളുകളുടെ ശരീരത്തിൽ കുടിപാർത്തിരുന്ന ഭൂതങ്ങൾ ഇവർ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചിലപ്പോൾ താഴെ വീണു, ഒന്ന് നൊരച്ചോ പലച്ചോ അല്ലെങ്കിൽ ഒച്ച വെച്ചോ തലമുടി അടിച്ചോട്ടോ, എങ്ങനെയാണെന്നറിയില്ല. കേരളത്തിലെ ഭൂതം പോലെയാണ് അവിടെ, നമുക്കറിയില്ല. എന്താണെങ്കിലും എന്തൊക്കെയോ അവർ കണ്ടു ഭൂതങ്ങൾ വിട്ടുപോകുന്നത്.
പക്ഷെ അവര് കാണാത്തൊരു സംഭവം നടന്നു. അതിവിടെ ഇരുന്നുകൊണ്ട് യേശു കണ്ടു. എന്താ അവര് കാണാതിരുന്നത്? സ്വത്രം ഭൂതം കീഴടങ്ങുന്നാൽ ആരുടെ ശരീരത്തിൽ നിന്ന് ഭൂതം പോകുന്നതല്ല, ആകാശത്ത് കുടിപാർത്തിരുന്ന, ആത്മമണ്ഡലത്തിൽ സിംഹാസനമിട്ടിരുന്ന സാക്ഷാൽ പിശാച് ദൈവം അയച്ച ചിലര് ആ പട്ടണത്തിലൂടെ അല്ലെങ്കിൽ ഗ്രാമത്തിലൂടെ യേശുവിന്റെ നാമത്തിൽ അവരുടെ ഉള്ളങ്കാല് ചവിട്ടി നടന്നപ്പോൾ ആകാശത്ത് സിംഹാസനമിട്ടിരുന്ന അന്ധകാര ശക്തിയുടെ തലവനായ സാക്ഷാൽ പിശാച് ആകാശത്ത് നിന്ന് താഴെ വീണെന്ന്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വിശ്വസിക്ക്. നീ പ്രാർത്ഥിച്ചാൽ ചില ശക്തികൾ താഴെ വീഴും. നീ ആരാധിച്ചാൽ ചില ദുഷ്ടാത്മ വ്യാപാരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവന്റെ കസേര ഉറക്കത്തില്ല, അവന്റെ സിംഹാസനം ഉറക്കത്തില്ല. അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആകാശമണ്ഡലത്തിൽ എവിടെയോ ദുഷ്ടശക്തികൾ കുടിപാർക്കുന്നത് ഇന്ന് രാത്രി, അവസാന രാത്രി യോഗം നടക്കുമ്പോൾ, ഈ രഹസ്യം ഇവിടെ വെളിപ്പെടുമ്പോൾ, ഇവിടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ, ഓൺലൈനിൽ ഇരുന്ന് കേൾക്കുന്നവർ അവിടെ ഇരുന്ന് കേട്ട് സ്വോത്രം ചെയ്യുമ്പോൾ, നിന്റെ വീടിന്റെ മോളിൽ സ്വോത്ര റിമോട്ടും പിടിച്ചോണ്ടിരിക്കുന്നത് പോലെ ചില കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനിരിക്കുന്ന അന്ധകാര ശക്തികൾ, രോഗാത്മാക്കൾ, ദുഷ്ടവ്യാപാരങ്ങൾ, പൈശാചിക മേഖലകൾ, കലഹത്തിന്റെ ആത്മാവ്, നിരാശയുടെ ആത്മാവ്, കുടുംബ കലഹത്തിന്റെ ആത്മാവ്, തലമുറകളെ വഴിതെറ്റിക്കുന്ന ദുഷ്ടവ്യാപാരം, അതെല്ലാം ഇന്ന് രാത്രി ഈ ദൈവദാസന് ഈ മുറ്റത്ത് യോഗം നടക്കുമ്പോൾ ഈ പ്രദേശത്തിരിക്കാൻ കഴിയാതെ, ഈ ദേശത്ത് നിൽക്കാൻ കഴിയാതെ ആ ശക്തികളുടെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങുന്നത് ഇന്ന് രാത്രി വിശ്വാസ കണ്ണാൽ കാണണം. ഇന്നത്തെ വിജയം കാണുന്ന വശത്തല്ല, ആൾക്കൂട്ടത്തിനകത്തല്ല. ഇവിടെ യോഗം നടന്നത് കൊണ്ട് ഇവിടെ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നടക്കുന്നുണ്ട്. വിശ്വസിച്ചു 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 സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി എന്തിനാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു മറുപടിയേ ഉള്ളൂ. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, നീ പ്രസംഗിക്ക്. നീ പ്രസംഗിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചിലത് ഞാൻ ചെയ്യാം. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളോട് ദൈവം അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. നീ ഇവിടെ വചനം കേട്ട് ആരാധിക്ക്. നീ ദൈവത്തിന് നിന്റെ ഹൃദയം കൊടുക്ക്. നീ കർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്ക്. നീ ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്ക്. നീ ലജ്ജിച്ചിരിക്കാതെ സ്തോത്രം ചെയ്യ്. ആരാധിക്കുന്നവരുടെ കൂടെ നിൽക്ക്. പരീശന്മാരുടെ കൂടെ പോകാതെ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ പക്ഷം നിൽക്ക്. അങ്ങനെ നീ നിൽക്കാൻ തയ്യാറായാൽ ആത്മമണ്ഡലത്തിൽ ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി, നിനക്കും നിന്റെ കൂട്ടായ്മയ്ക്കും വേണ്ടി ഞാൻ ചിലത് ചെയ്യുമെന്ന് കർത്താവ് നിന്നോട് പറഞ്ഞെങ്കിൽ, അത് കേട്ടെങ്കിൽ, അത് ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അടങ്ങിയിരിക്കാതെ ആത്മാവിൽ ബലപ്പെട്ടിരിക്കുക. രക്തം ജയം, സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. യോഗം തീർന്ന അവസാനത്തെ പ്രാർത്ഥനയിലല്ല, ഈ പ്രാരംഭ സമയത്ത് തന്നെ യേശുവിന്റെ നാമത്തിൽ കാണാത്ത മണ്ഡലത്തിൽ കൈ തൊടാതെ പറഞ്ഞു വരുന്ന കല്ല് ഇന്ന് രാത്രി ഇവിടെ സ്വത്രം വീഴട്ടെ. അത് ചിലതിനെ ധൂളിപ്പിച്ച് കളയട്ടെ. അതിന്ന് രാത്രിക്കാലം ചില ശക്തികളെ നിർവീര്യമാക്കട്ടെ. നന്ദി കർത്താവേ, ഹല്ലേലൂയ. കണ്ണടച്ച് നമുക്കൊരു നിമിഷം അത് തന്നെ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ഈ കാര്യങ്ങൾ വിശ്വാസമുണ്ട്? ഇതൊരു പ്രഭാഷണത്തിൻ്റെ ആമുഖം ആണെന്ന് ചിന്തിക്കാതെ, നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് വിചാരിക്കാതെ കണ്ണടച്ച് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ വിഷയം ഇരിക്കുന്നത് കാണാത്ത മണ്ഡലത്തിലാണ്. സ്തോത്രം. അത് ആസ്പത്രി പോയാൽ തെളിയത്തില്ല, പോലീസ് സ്റ്റേഷനിൽ പോയാൽ തീരത്തില്ല, കോടതി പോയാൽ തീരത്തില്ല. സ്തോത്രം. നിന്റെ കുഞ്ഞ് കൂടെ കൂടെ പരാജയപ്പെടുന്നതിൻ്റെ രഹസ്യം ഇരിക്കുന്നത് അവളുടെ ബുദ്ധിക്കകത്തല്ല, അത് ആത്മമണ്ഡലത്തിലാണ്. വെറുതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടാതെ മരുന്ന് കൊടുത്ത് അതിനെ ഫെഡപ്പാക്കാതിരിക്കുക നല്ലത്. ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി ഒരു വിടുതൽ നടന്നാൽ ഇനി ആ വിഷയത്തിന് മരുന്ന് കഴിക്കേണ്ടി വരികയില്ല, മാനസിക രോഗ വിദഗ്ധനെ കാണേണ്ടി വരികയില്ല. അതുപോലത്തെ വിടുതൽ നടക്കാൻ പോകുന്നത് സ്വർഗം അത് ചെയ്യും. ആർക്കാ വേണ്ടി?
അന്യഭാഷയിൽ ഒരു അല്പസമയം ഭയങ്കരമായിട്ട് ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. ദേശത്തത് നടക്കുമെന്ന് പേര് പറഞ്ഞ് സ്തോത്രം ചെയ്തു. അവരിലെല്ലാം ദൂരത്താണെങ്കിൽ പോലും ദൈവം അത് ചെയ്യാം. പരിശുദ്ധ പിതാവേ, കർത്താവിനെ ഉയർത്താനാണല്ലോ ഞാനിവിടെ വന്നത്. അങ്ങയോട് നന്ദി പ്രകടിപ്പിക്കാനാണല്ലോ ഈ പന്തൽ ഇവിടെ കെട്ടിയത്. അതിന്ന് രാത്രി മനഃപൂർവ്വമായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണപ്പാ. ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ നാമത്തെ ഉയർത്തുമ്പോൾ ഇവിടെ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. ആത്മമണ്ഡലത്തിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ജനത്തെ ഇന്ന് രാത്രികാലം അവർക്ക് കാണാൻ കഴിയാത്ത മേഖലയിൽ ദൈവം പ്രവർത്തിച്ചേക്കണം. അതിൻ്റെ റിസൾട്ട് അടുത്ത ദിവസം മുതൽ കാണാൻ തുടങ്ങണം. അതിൻ്റെ സമാധാനം അവരനുഭവിക്കണം. സ്വസ്ഥത ജനത്തിൻ്റെ മേൽ വരണം. സ്വർഗം അത് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ എല്ലാവരും കൂടെ. പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചിന്തകൾക്ക് തുടക്കം കുറിക്കാൻ കർത്താവിൻ്റെ പ്രേരണ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ഉച്ചഭാഷണിൽ കൂടെ വായിച്ച് കേൾപ്പിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കും. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയകം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ആ വാക്യം ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ളതല്ല. ആ വാക്യത്തെ വിഭജിച്ച് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ അതിനകത്ത് ഒട്ടനവധി വിഷയങ്ങൾ നിറഞ്ഞതാണ്. ഈ വാക്യത്തിലല്ല, ബൈബിളിൻ്റെ ഒരു പ്രത്യേകത പറയാം. ബൈബിൾ ഏതെങ്കിലും ഒരു കഥയോ ഒരു സംഭവത്തെയോ മാത്രം വിശദീകരിക്കുന്നതല്ല. ബൈബിളിനകത്ത് ആയിരക്കണക്കിന് വിഷയങ്ങളാണ് ഉള്ളത്. ആയിരക്കണക്കിന് സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ബൈബിളിൽ ഒരുപാട് വിഷയം, പിശാചിൻ്റെയും ദൈവത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മാത്രം കാര്യം പറഞ്ഞ് അടച്ചൊരു പുസ്തകമല്ല ഇത്. ബൈബിളിനകത്ത് മനുഷ്യൻ്റെ വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. കുടുംബജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് പോലെ ലോകത്തിൽ ഒരു പുസ്തകവും പറയുന്നില്ല. അപ്പോൾ കുടുംബജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് ഭയങ്കരമായി ഇതിനകത്തു നിന്ന് കിട്ടിയ ആശയം കൊണ്ടാണ് ലോകത്തിൽ ലൈബ്രറിയിലൊക്കെ ഇരിക്കുന്ന ഇവിടുത്തെ വലിയ വലിയ ആളുകൾ എഴുതിയ പല പുസ്തകത്തിൻ്റെ അടിസ്ഥാന ആശയം ബൈബിളിൻ്റെയാണ്. പേരൻറ്റിങ്, മക്കളെ വളർത്തുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിച്ചിരിക്കണം. കാരണം മക്കളെ തന്നവനാണ് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് തീരുമാനിച്ചത്. അത് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. അതനുസരിച്ച് പിള്ളേരെ വളർത്തിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം, രക്ഷപ്പെട്ടിട്ടുണ്ട്. വിവാഹം, കുടുംബജീവിതം വേറെ, വിവാഹം വേറെ. വിവാഹം എന്ന വിഷയം, ആരെ കല്യാണം കഴിക്കണം, ആരെ കല്യാണം കഴിക്കരുത്, സ്തോത്രം എന്നിത്യാദി വിവാഹം എന്ന വിഷയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ പഠിക്കണം. സ്തോത്രം. ഒരു വീട് എങ്ങനെ സമാധാനപൂർണമായി കൊണ്ടുപോകാം എന്ന വിഷയം അറിയണമെങ്കിൽ ബൈബിൾ പഠിക്കണം. നല്ല അയൽവക്കക്കാരനായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, നമ്മുടെ അടുത്ത വീട്ടുകാരനെ സമൂഹപരമായിട്ട് എങ്ങനെ നന്നായിട്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും, അതിനെക്കുറിച്ചെല്ലാം എഴുതിയിരിക്കുന്ന ബൈബിളിനകത്ത്. സ്തോത്രം. രോഗം എന്താണ്, രോഗസൗഖ്യം എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് മെഡിക്കൽ ശാസ്ത്രം കൈകാര്യം ചെയ്യാത്തതുപോലെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ ഇതാരും വിശ്വസിക്കുകയല്ല, അതല്ലേ പ്രശ്നം. ഡോക്ടർ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും, പാസ്റ്റർ പറഞ്ഞാൽ വിശ്വസിക്കുക. സ്തോത്രം, അതാണ് പ്രശ്നം. പക്ഷെ എന്നാലും നമുക്ക് പിടികിട്ടാത്ത, വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടാത്ത പല പ്രശ്നങ്ങളും രോഗമെന്ന പേരിൽ നമ്മുടെ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ രഹസ്യങ്ങളൊന്നും ഒരു മെഡിക്കൽ കോളേജിലും പഠിപ്പിക്കുകയല്ല. അതൊക്കെ ദൈവവചനത്തിലേ കാണുള്ളൂ.
ഇനി പിന്നെ ആരാധന, ആത്മീകം, സ്വർഗം, നരകം, പാപം, സാത്താൻ, പിശാച്, ഭൂതം, ദൈവം, യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, സ്തോത്രം, ആലയം എന്ന് ഇത് ബൈബിളിനകത്ത് എത്ര വിഷയമുണ്ടെന്ന് ഇന്ന് വരെ ആരും കണ്ടെത്തിയിട്ടില്ല. സ്തോത്രം. ഞാൻ ബൈബിളിനകത്ത് മൊത്തം എത്ര ആളുകളുടെ പേര് ചേർത്തിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. വലിയ വിശദീകരണമൊന്നും അല്ലെങ്കിൽ ആദാം മുതൽ ഇങ്ങോട്ടുള്ള ബൈബിളിൽ പേര് പറഞ്ഞിരിക്കുന്ന ആളുകളെയും പേര് പറയാത്ത ശ്രദ്ധിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് എഴുതിയ പുസ്തകം കണ്ടിട്ടുണ്ട്. സഹോദരിമാർ, നല്ല കരുത്തുള്ള സഹോദരിമാരാരോ മലയാളത്തിൽ ബൈബിളിലെ സ്ത്രീകൾ മൊത്തം പേരുടെ സംഭവം എഴുതിയിട്ടുണ്ട്. പക്ഷെ ബൈബിളിൽ മൊത്തം എത്ര വിഷയമുണ്ടെന്ന് എഴുതിയൊരു പുസ്തകം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പരിചയപ്പെടുത്തുവാണെങ്കിൽ ഒരെണ്ണം ഞാനോടെ മേടിക്കാം. പക്ഷെ അങ്ങനെ സംഭവം ഇറങ്ങിയിട്ടില്ല. ഇനി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിന് കരുത്തുണ്ടെങ്കിൽ ശേഷിക്കുന്ന ആയുസിൽ കർത്താവ് വരാൻ അടുത്തിരിക്കുകയാണെങ്കിലും ഒരു ടീമിനെ ഉണ്ടാക്കി, സ്തോത്രം, അങ്ങനെ ഒരു വിഷയം എന്നാലും തികയല്ല. വിഷയം എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ, അതല്ല ഇതിനകത്ത് ചകഞ്ഞ് പിന്നെയും പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിള്. അതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ എത്ര പ്രസംഗ വിഷയമുണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുകയല്ല, പക്ഷെ എനിക്ക് എൻ്റെ രീതി, ഒരു കാര്യം പറഞ്ഞാൽ ഒത്തിരി ഒന്നും പറഞ്ഞിരിക്കണം, പറയുന്നിടത്തോളം കാര്യം ആളുകൾക്ക് മനസ്സിലാകണം എന്ന ആഗ്രഹത്തിൽ പറയുന്നതുകൊണ്ട്, പഴുതടച്ച് പറയാൻ ശീലിച്ചതുകൊണ്ട്, സ്തോത്രം, എനിക്ക് ആ രീതി പറഞ്ഞു വന്നെങ്കിൽ ഈ ദൂതിലേക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇതിനകത്ത് തന്നെ നിങ്ങൾ നോക്കിയേ എത്ര സബ്ജക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയാം. ആദ്യം തുടങ്ങുകയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും. അപ്പം തള്ളപ്പെട്ടവർ എന്നൊരു വിഷയമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ഒരു സഭായോഗത്തിൽ പ്രസംഗിക്കാനുള്ള, സഭായോഗത്തിലല്ല, ഒരു നല്ല ഉണർവ് യോഗത്തിൽ പ്രസംഗിക്കാനുള്ള വഴിയുണ്ട്. കാരണം ഈ ബൈബിളിനകത്ത് ഒരുപാട് പേര് തള്ളപ്പെട്ടവരുണ്ട്. വീട്ടുകാർ തള്ളിയവർ, സ്വന്തം സഹോദരങ്ങൾ തള്ളിയവർ, സമുദായം തള്ളിയവർ, ജനിച്ചു വീണ മതം തള്ളിയവർ, നാട് തള്ളിയവർ, രാജ്യം തള്ളിക്കളഞ്ഞവർ, സ്തോത്രം, അങ്ങനെ ഇനി അറ്റ കൈക്ക് പറഞ്ഞാൽ ദൈവം തള്ളിയവരെ വരെ കഥ ഇതിനകത്തുണ്ട്. അപ്പൊ തള്ളപ്പെട്ടവനെ, സ്തോത്ര, സമൂഹം തള്ളിയവനെ, വീട്ടുകാർ തള്ളിയവനെ സ്വർഗം ഏറ്റെടുത്താൽ അവന്റെ ഗതി എന്താകുമെന്ന് ഒന്നല്ല ഒട്ടനവധി തെളിവുകളും സാക്ഷികളെ നിരത്തിയ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. അതുകൊണ്ട് ഒരു പ്രസംഗത്തിലുള്ള വക തീർച്ചയായിട്ടും ഉണ്ട്. സ്തോത്രം. ഏത്? ദൈവം തള്ളിയവരെ എങ്ങനെയാണ് ദൈവം കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ പറയാം. എല്ലാവരും അകാരണമായി വെറുക്കപ്പെട്ട്, സ്തോത്ര, കൂടപ്പുറപ്പുകൾ പോലും തള്ളിക്കളഞ്ഞ്, അങ്ങനെ സ്തോത്രം, ആരുടെ മുമ്പിൽ യാതൊരു വിലയില്ലാതെ കഴിച്ചു കൂട്ടുന്ന ആരെങ്കിലും ഈ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രാത്രി പ്രസംഗിക്കുന്നത്. തള്ളപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമുണ്ട്. എല്ലാവരും കളഞ്ഞിട്ട് പോയവരെ വാരിയെടുക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കയ്യിൽ ചെന്ന് പെട്ടാൽ നിന്റെ കാര്യം രക്ഷപ്പെടുമെന്ന കാര്യത്തിന് ഇവിടെ ആയിരക്കണക്കിന് സാക്ഷികളുണ്ട്. അതുകൊണ്ട് തള്ളപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ, ആരെ? കർത്താവിനെ വിശ്വസിക്കാൻ തയ്യാറാകുക. ജീവിതം മാറി വരും, ജീവിതം മാറി വരും. തള്ളപ്പെട്ടുക എന്ന് പറഞ്ഞ വിഷയം. അടുത്തത് മനുഷ്യർ തള്ളിയതെങ്കിൽ അടുത്തത് ദൈവസന്നിധിയിൽ. നിശ്ചയമായും സഭാശുശ്രൂഷയുള്ള കർത്തൃദാസന്മാർ നിങ്ങളുടെ സഭയിൽ പ്രസംഗിച്ചിരിക്കണം ദൈവസാന്നിധ്യം, ദൈവസന്നിധി എന്ന വിഷയം. എവിടെയാണ് ദൈവസാന്നിധ്യമുള്ളത്? ദൈവസാന്നിധ്യമുള്ള സ്ഥലത്തിനാണ് ദൈവസന്നിധി എന്ന് വിളിക്കുന്നത്. ലോകത്തിൽ ഒരിടത്തും പെർമനൻ്റായ ഒരു ദൈവസന്നിധി ഇല്ല. അതിൻ്റെ അർത്ഥം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ സാക്ഷാൽ ദൈവം വസിക്കുന്നില്ല. ഈ ദൈവത്തെ ആവഹിച്ചെടുത്തൊരു വസ്തുവിനകത്ത് കുടിയിരുത്താൻ പറ്റിയല്ല. സ്തോത്രം. ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതിനാണല്ലോ ഞാനിവിടെ വരെ വന്നത്. ഈ ദൈവത്തെ ചരടിനകത്തോ തകിടിനകത്തോ, സ്തോത്രം, കുടത്തിനകത്തോ ഇതിനകത്തൊന്നും കയറ്റാൻ പറ്റിയല്ല. സ്തോത്രം. കാരണം ഈ ദൈവം സാക്ഷാൽ ദൈവമാണ്. സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവുമാണ്. സ്വർഗത്തിനും ഭൂമിയിലും കൊള്ളാത്തവനാണ്. ആ ദൈവത്തെ ആർക്ക് പിടിച്ചൊരു ചരടിനകത്ത് ഒതുക്കാൻ പറ്റും? ആർക്ക് പിടിച്ച് ഏതെങ്കിലും ഒരു വസ്തുവിനകത്ത് ഒതുക്കാൻ പറ്റും? ഈ ദൈവത്തെ ഒതുക്കാൻ പറ്റിയാൽ ആ ദൈവം ഒരിടത്തും നിങ്ങൾ എന്തുകൊണ്ട് പണിത് കൊടുത്താലും, സ്വർണം കൊണ്ട് കൊട്ടാരം പണിതാലും ഈ ദൈവം അതിൽ വന്ന് ഇരിക്കുകയല്ല. അതാണ് സാക്ഷാൽ ദൈവം. പക്ഷെ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഭൂമിയിലുണ്ടാവും. അതിനെന്താണ് വഴി? ആ സാന്നിധ്യം ഉള്ളിടത്ത് ചെന്നാൽ എന്താണ് ഗുണം?
സ്തോത്രം. ആ സാന്നിധ്യത്തിനകത്ത് എന്തൊക്കെ സംഭവിക്കും, ഈ കാര്യത്തെക്കുറിച്ച് സഭ അറിഞ്ഞിരിക്കണം. അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഞാൻ ഈ വാക്യത്തിൽ വിഷയം പറയാ, സന്നിധി എന്ന വിഷയം. അടുത്തത് ശ്രേഷ്ഠവും മാന്യവുമായ. മാന്യതയും ശ്രേഷ്ഠതയും മനുഷ്യന് ആവശ്യമാണ്. പക്ഷെ ഇന്നത്തെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരുത്തനെ ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. മാന്യത നശിപ്പിക്കാൻ, ശ്രേഷ്ഠത നശിപ്പിക്കാൻ ഇവിടെ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. അപമാനിക്കാൻ, നിന്ദിക്കാൻ, തലമുറകൾക്ക് നിന്ദയാക്കി മാറ്റാൻ, നാട്ടിൽ തല ഉയർത്താതിരിക്കാൻ, ദേശം വിട്ടു പോകാൻ, അവസാനം നാണം കെട്ട് ആത്മഹത്യ ചെയ്യാൻ, കുടുംബമായി ഇല്ലാതാകാൻ, ഇതിനൊക്കെ വ്യാപരിക്കുന്ന ശക്തിയുടെ നടുവിൽ എങ്ങനെ നിനക്ക് ശ്രേഷ്ഠനാകാം, എങ്ങനെ നിനക്ക് മാന്യനാകാം എന്ന് പറഞ്ഞു തരുന്ന പുസ്തകമാണെന്ന് ബൈബിള്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരൊക്കെയോ ലോകത്തിൽ പറഞ്ഞ് വീമ്പിളക്കിക്കൊണ്ട് നടന്നു, ഇത് പഴഞ്ചൻ പുസ്തകമാണ്, വിവരം കെട്ടവരുടെ പുസ്തകമാണ്, സ്തോത്ര സായിപ്പ് എഴുതിയതാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് ചുമ്മാ തള്ളാതെ. ആ കാലമൊക്കെ മാറി. ഇന്ന് രാത്രികാലം ദൈവമക്കൾ ഓർത്തോളണം, ഇത് മനുഷ്യനെ വിവേകിയാക്കുന്ന പുസ്തകമാണ്. ആയിരക്കണക്കിന് ആളുകളെ സ്തോത്ര ധന്യരാക്കിയ ഗ്രന്ഥമാണിത്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം മാന്യനാകാൻ, ശ്രേഷ്ഠനാകാൻ ആഗ്രഹിക്കുന്നവരെ അതുപോലെയാക്കാനുള്ള വഴി ഈ പുസ്തകം പറഞ്ഞു തരും. ജീവിതത്തിൽ കയ്യബദ്ധം കൊണ്ടോ അല്ലെങ്കിൽ കടന്നു വന്നപ്പോൾ ഉപദേശിക്കാനും നിയന്ത്രിക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ആകപ്പാടെ അപമാനിതനായെങ്കിൽ, ലജ്ജിച്ചു പോയെങ്കിൽ, ഇനി ജീവിതത്തിൽ ഒരിക്കലും പൊങ്ങത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട. സ്തോത്രം. അവരെ വീണ്ടും മാന്യരാക്കാൻ, ശ്രേഷ്ഠരാക്കാൻ, ജനിച്ച കുടുംബം പോലും ഒരുപക്ഷെ ഗതികെട്ടതായി പോയെങ്കിൽ പേടിക്കണ്ട. അതിനകത്തുനിന്ന് പൊക്കിക്കൊണ്ടുവന്ന് സകലരുടെയും മോളിൽ ഇരുത്താൻ ദൈവം വിശ്വസ്തനാണ്. അപ്പം അങ്ങനെ ഒരു വിഷയം ഇതിനകത്തുണ്ട്. ഞാൻ വിഷയം പറഞ്ഞു തന്നാൽ മിക്കവാറും 9 മണിയാവുന്ന ലക്ഷണമുണ്ട്. സ്തോത്രം. അപ്പോൾ സ്തോത്രം, അങ്ങനെ ഒരു വിഷയം അതിനകത്തുണ്ട്. അതിനകത്ത് ഞാൻ ഒരു വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അത് കഴിഞ്ഞ് ശ്രേഷ്ഠവും മാന്യവുമായ. അടുത്ത വാക്കാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്തമായ വിഷയം. അടുത്ത വാക്ക് എങ്ങനെയാണ്? ജീവനുള്ള കല്ലായ. ജീവനുള്ള കല്ല്. സ്തോത്രം. ആ വിഷയമാണ് ഇന്നിവിടെ പ്രസംഗത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ജീവനുള്ള കല്ലായ അതിൻ്റെ അടുക്കൽ എന്നല്ല, അവൻ്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ സംഭവം മാറി. കല്ല് എന്ന് പറയുന്നതൊരു വസ്തുവാണ്. ആ വസ്തുവിനെ ഒരിക്കലും അവനെന്ന് വിളിക്കാറില്ല. എന്നാൽ ജീവനുള്ള കല്ലെന്ന് പറഞ്ഞിട്ട് അവനെന്ന് പറഞ്ഞെങ്കിൽ ഓർത്തോളണം, അത് വെറും ഒരു കാട്ടുകല്ലിനെ അല്ല ഉദ്ദേശിച്ചത്, അതൊരു വ്യക്തിയാണ് ഉദ്ദേശിച്ചത്. ആരാണ് അവൻ? വേദപുസ്തകത്തിൽ പത്രോസ് എഴുതിയിരിക്കുന്ന ഈ ജീവനുള്ള കല്ലാരാണ്? അവനെയാണ് ഇന്ന് രാത്രി ഇവിടെ ഉയർത്തേണ്ടത്. ലേഖനത്തിലെ ക്രിസ്തു എന്നൊരു പഠന വിഷയമുണ്ട്. അയ്യോ, ഇപ്പൊ ഞാൻ എന്തോരം കാര്യം പറഞ്ഞു തരുന്നേ. സ്തോത്രം. ദിവസവും പഠിക്കാനും പ്രസംഗിക്കാനൊക്കെ താല്പര്യം, എന്തോരം വിഷയം പറഞ്ഞു തരുന്നത് കേട്ടേ. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്ക് നിങ്ങൾ കേട്ടോ? സ്തോത്രം. ലേഖനത്തിലെ ക്രിസ്തു. ക്രിസ്തുവിനെ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. പഴയ നിയമത്തിലെ ക്രിസ്തു, സ്തോത്രം, സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു, യെശയ്യാവിലെ ക്രിസ്തു, ലേഖനങ്ങളിലെ ക്രിസ്തു, സുവിശേഷത്തിലെ ക്രിസ്തു, പത്മോസിലെ ക്രിസ്തു, നിത്യതയിലെ ക്രിസ്തു എന്നൊക്കെ പറയുന്ന, ക്രൂശിലെ ക്രിസ്തു എന്നൊക്കെ പറയുന്ന വിവിധമായിരിക്കുന്ന വിഷയാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് പഠിക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? സ്തോത്രം, പഠിക്കാൻ കഴിയും. അങ്ങനെ ലേഖനങ്ങളിലെ ക്രിസ്തു, സുവിശേഷത്തിലൊന്നും പറയാത്ത പേരുകളാൽ അറിയപ്പെടുന്ന നിലവാരത്തിലാണ് ലേഖനത്തിൽ യേശുവിനെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഉദ്ദേശിച്ച ജീവനുള്ള കല്ല് മറ്റാരുമല്ല, യേശുവാണ്. പക്ഷേ ഈ ഭാഗത്തെ വിഷയം തീർന്നില്ല. ആ ജീവനുള്ള കല്ല് യേശുവാണ്. അതൊരു പ്രസംഗ വിഷയമാണ്, അതിലേക്ക് നമ്മൾ വരും. പക്ഷേ ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസംഗം ഇല്ലാതെ വരുവാണെങ്കിൽ ഓർത്തോളണം, അടുത്ത വാക്ക് ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വരിക, അഥവാ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരിക. അതൊരു ഗംഭീര പരസ്യയോഗത്തിൻ്റെ പ്രസംഗമാണ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ എന്ത് കിട്ടും? കർത്താവിൻ്റെ അടുക്കൽ വന്നവർക്ക് എന്ത് ലഭിച്ചു? അവനിൽ നിന്ന് അകന്നവർക്ക് എന്ത് പറ്റി? അവനോട് അടുത്തവർക്ക് എന്ത് ലഭിച്ചു?
എത്രയോ വാക്യം വേണം ദൈവദാസന്മാരെ, എത്രയോ വാക്യം വേണം കൊട്ടാരക്കരക്കാരെ. സ്തോത്രം. അതുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നാൽ എന്ത് ലഭിക്കുമെന്നുള്ളത് സ്തോത്രം ഒരായുസ് പ്രസംഗിച്ചാൽ തീരെയാലെന്ന്. ഈ വേദപുസ്തകത്തിൽ ഓരോരുത്തരും കർത്താവിന്റെ അടുക്ക് വന്നപ്പോൾ അവർക്ക് കിട്ടിയത് മാത്രം പറഞ്ഞാൽ എഴുതിയാൽ തീരുവോ? പറഞ്ഞാൽ തീരുവോ? ഇന്നിവിടെ ഇരിക്കുന്നവർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഏതാണ്ട് നഷ്ടപ്പെട്ടവരെ പോലെ ഇരിക്കരുത്. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്നവർ കർത്താവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്, ചിരിക്കാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ധരിക്കുന്ന വസ്ത്രം, കഴിക്കുന്ന ആഹാരം, നിങ്ങൾ ആരെങ്കിലും സ്തോത്രം എന്നെ ഏതെങ്കിലും വിധത്തിൽ അറിയുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാം ഗുണം യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ്. സ്ഥിതി മാറ്റിക്കളയും, നമ്മുടെ അഡ്രസ്സ് മാറ്റിക്കളയും, അന്തസ് മാറ്റിക്കളയും. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, അതുപോലെ ആളെ രൂപാന്തരപ്പെടുത്തി കളയും. സാക്ഷാൽ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ഒരു മതം മാറിയാലൊന്നത് കിട്ടുമെന്ന് ഞാൻ പറയുകയല്ല, സഭ മാറിയാലും കിട്ടിയല്ല. ആളെ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ അവന്റെ സ്ഥിതിയെ നാട്ടുകാരെ ഞെട്ടിപ്പിച്ചോണ്ട് എൻ്റെ കർത്താവ് മാറ്റിയിരിക്കും. വേഗം തീർക്ക. അടുത്തത് എഴുതിയിരിക്കുന്നു, ആ വാക്യത്തിൽ പറയുന്നു ആത്മീക ഗ്രഹം. അങ്ങനെ ഒരു സാധനമുണ്ടോ? അതെന്താണ്? അതെന്തിനാണ് ഉദ്ദേശിച്ചത്? ആത്മീക ഗ്രഹം എന്നൊരു സ്ഥാപനം ഈ ലോകത്തിലുണ്ടോ? സ്തോത്രം. അങ്ങനെ ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അതിനകത്ത് ആർക്ക് കയറാൻ പറ്റും? ആരാണ് അവിടുത്തെ അംഗങ്ങൾ? അവിടെ വന്നവർക്ക് എന്തു ഗുണം? അതൊരു വലിയ പ്രസംഗ വിഷയമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് യേശുക്രിസ്തു മുഖാന്തരം. ക്രിസ്തു മുഖാന്തരം എന്നത് എൻ്റെ ഒരു പ്രസംഗ വിഷയമാണ്. സ്തോത്രം. യൂട്യൂബിൽ കിടക്കുന്നുണ്ടായിരിക്കും, അതിനെ ആരും പ്രസംഗിക്കരുത്, കാരണം എല്ലാവരും കേട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിനൊരു വഴിയെ വെട്ടിത്തരാം. യേശു മുഖാന്തരം എന്തോരം കാര്യം ഈ ലോകത്തിൽ നടന്നേ, ഇന്നും എന്തോരം കാര്യം നടക്കുന്നത്. ഈ ലോകത്തിൽ ആര് മുഖാന്തരം നടക്കാത്തത്? യേശു മുഖാന്തരം നടന്ന ആയിരം സാക്ഷികളല്ലേ ഉള്ളത്. നിങ്ങൾക്ക് മുഖാന്തരമാകാൻ ആരുമില്ലെങ്കിൽ, അഥവാ നിങ്ങൾക്കൊന്ന് കൈത്താങ്ങൾ തരാൻ ആരുമില്ലെങ്കിലും, നിങ്ങൾക്ക് വീടില്ല, ജീവിതമില്ല, തലമുറയ്ക്ക് മുന്നോട്ടുള്ള ഗതിയില്ല, കൊച്ചിന് വീഴ്ച കൊടുക്കാൻ നിവൃത്തിയില്ല, അതിന് മുഖാന്തരമാകാൻ ആരുമില്ലെങ്കിലും ഞാൻ ഒരാളെ ചൂണ്ടിക്കാണിക്കാം. സ്തോത്രം. സ്ത്രീ ഭണ്ഡാരത്തിന്റെ താക്കോലുള്ളവൻ, അവൻ മുഖാന്തരം ഒരുപാട് പിള്ളേര് പഠിച്ചു, അവൻ മുഖാന്തരം ഒരുപാട് പേർക്ക് നന്മ കിട്ടി, അവൻ മുഖാന്തരം ഒരുപാട് പേരുടെ പാപമോചനം ഉണ്ടായി, അവൻ മുഖാന്തരം ഒരുപാട് പേര് സ്വർഗത്തിലെത്തി, അവൻ മുഖാന്തരം ഒരുപാട് പേരുടെ ആത്മഹത്യ മാറിപ്പോയി, അവൻ മുഖാന്തരം ഒരുപാട് പേര് സൗഖ്യമായി, അവൻ മുഖാന്തരം ഒരുപാട് പേര് സന്തോഷിച്ചു. ഹല്ലേലൂയ. അകത്തും പുറത്തും ഒക്കെ ഇരിക്കുന്ന ദൈവമക്കൾ, ഈ ഓൺലൈനിൽ കേൾക്കുന്നവർ പോലും ഇന്ന് രാത്രി യേശു മുഖാന്തരം എന്തെങ്കിലും ഒരു ഔദാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വായടച്ചിരിക്കരുത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, ഈ കർത്താവ് മുഖാന്തരം അയ്യോ പറഞ്ഞാൽ തീരെയല്ല. എന്തൊക്കെ കാര്യങ്ങളാ ലോകത്തിൽ നടന്നത്. മതങ്ങൾ മുഖാന്തരമോ, സമുദായങ്ങൾ മുഖാന്തരമോ, കുടുംബയോഗക്കാർ മുഖാന്തരമോ, കരുത്തുള്ള ആങ്ങളമാർ മുഖാന്തരമോ, ഇവിടത്തെ നീതിന്യായ വകുപ്പ് മുഖാന്തരമോ നന്നാക്കാൻ പറ്റാത്തവരെ യേശു മുഖാന്തരം മനുഷ്യനാക്കി മാറ്റിയ എത്രയോ പേരെ കൊട്ടാരക്കര കാണിച്ചു തരാം. ഇന്ന് രാത്രി ഇതിൽ ഏത് പ്രസംഗിച്ചാലും പബ്ലിക്കിന് പ്രയോജനപ്പെടും. ഈ പറയപ്പെടുന്ന ഏത് വിഷയം പ്രസംഗിച്ചാലും ആളുകൾക്ക് മാനസാന്തരപ്പെടാം, ആളുകളെ രൂപാന്തരപ്പെടുത്താം. അതുപോലെ വിഷയങ്ങളുള്ള പുസ്തകമാണെന്ന് വിശുദ്ധ ബൈബിള്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാചകം, ദൈവത്തിന് പ്രസാദമുള്ളത്. ദൈവപ്രസാദത്തിന് എന്താണ് വഴി? ദൈവത്തിൻ്റെ പ്രസാദം കിട്ടിയ മനുഷ്യൻ, അവൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണ്, അതൊരു വിഷയമാണ്. അടുത്തത് ആത്മീകയാഗം, അത് വേറൊരു വിഷയമാണ്. സ്തോത്രം. അടുത്തത് വിശുദ്ധ പുരോഹിത വർഗം, അത് അതിനേക്കാൾ വലിയ വിഷയമാണ്. സ്തോത്രം. ബൈബിളിൽ മൊത്തം പണിയാ നടക്കുന്നത്, പണിയപ്പെടുന്നു. പൗലോസ് പറഞ്ഞു, അത് പറഞ്ഞപ്പോൾ വീടും കാറും പണിയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ എഴുതി,
ഇടിച്ചു കളയാനല്ല, പണിയാനത്രേ കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നത്. സ്തോത്രം. പാഴ്സനേജും ഓർഫനേജും പണിയുന്ന കാര്യമല്ല പൗലോസ് പറഞ്ഞ കേട്ടോ, മനുഷ്യനെ പണിയുന്ന കാര്യം. മനുഷ്യനെ ചികിത്സിക്കാൻ 10 കൊല്ലം പഠിച്ചാൽ സർക്കാർ ലൈസൻസ് കൊടുക്കും. പക്ഷെ മനുഷ്യനെ പണിയാൻ ഒരു ഗവൺമെന്റിന്റെ ലൈസൻസ് ഇല്ല, അത് കർത്താവ് ലൈസൻസ് തരണം. സ്തോത്രം. അതല്ലേ പൗലോസ് പറഞ്ഞത്, നിങ്ങളെ ഇടിച്ചു കളയാനല്ല, നിങ്ങളെ പണിയാനത്രേ. സ്തോത്രം. ഞങ്ങൾ കോളേജിൽ പഠിച്ചെന്നല്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നത്. ചിലപ്പോൾ ഇന്ന് രാത്രി, ഞാൻ ഇത്രയും വിശാലമായി പറയാറില്ല ഈ വാക്കുകൾ, ചിലപ്പോൾ ഇന്ന് രാത്രി ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ കയറിയാൽ അത് മതി നീ രക്ഷപ്പെടാൻ. ഈ പരിസരത്ത് എവിടെയെങ്കിലും ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇനി വേണ്ടതൊരു ചികിത്സയായിരിക്കുകയല്ല, നിങ്ങൾക്കിനി വേണ്ടതൊരു പണിയപ്പെടലായിരിക്കും. സത്യ ഞാൻ ഈ പറയുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, മനസ്സിലാക്കുന്നവർ ഗ്രഹിക്കട്ടെ. എൻ്റെ പൊന്നു സഹോദര, നിന്റെ കാശ് വെറുതെ കൊണ്ടുപോയി നീ ആർക്കെങ്കിലും സ്തോത്രം വെറുതെ കൊടുക്കരുത്. അത് ചെക്ക് ചെയ്തു, ഇത് ചെക്ക് ചെയ്തു, സ്കാൻ ചെക്ക് ചെയ്തു, ഇതും പറഞ്ഞോണ്ട് വെറുതെ കാശ് കളയരുത്. അതിനൊന്നും ഞങ്ങൾ എതിരല്ല. ചികിത്സിക്കോ ഡോക്ടറെ കാണോ, ഇതിനൊന്നും എതിരല്ല. പക്ഷെ ഞങ്ങൾ പറയുന്ന സത്യം മനസ്സിലാക്ക, എല്ലാ കേസും ചികിത്സിച്ചാൽ മാറില്ല. ചില കേസ് പണിയപ്പെടേണ്ടതാണ്. ആരൊക്കെ കൂടി പൊളിച്ച കുടുംബാ നിന്റേത്, ആരൊക്കെ കൂടി പൈശാചിക ശക്തികൾ പൊളിച്ച ജീവിതമാ നിന്റേത്. അതിന് മരുന്നില്ല, അതിന് പണിതെങ്കിലേ ശരിയാകോളൂ. ഹല്ലേലൂയ. വീട് പണിയാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു മേശരിയെ ഏൽപ്പിക്കാം. ജീവിതം പണിയാൻ ആരെ ഏൽപ്പിക്കും? ഊട്ടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ അറിയാലോ, യൂട്യൂബുകാർക്ക് പണിയുണ്ടാക്കി വയ്ക്കും. അത്രയും പറയുന്നുള്ള കാര്യത്തിൽ. സ്തോത്രം. ഞാനതൊക്കെ പോകേണ്ട കാര്യമില്ല, വെറുതെ സ്തോത്രം. അപ്പോൾ ചുമ്മാ കൈ കാണുന്നവരെല്ലാവരുടെയും കയ്യിലേക്ക് ജീവിതം പണിയാൻ ഏൽപ്പിക്കരുത്. അതിൻ്റെ അധികാരം കൊടുക്കുന്നത് സെമിനാരി അല്ല, അതിൻ്റെ അധികാരം കൊടുക്കുന്നത് സംഘടനയുടെ നേതാവല്ല, അതിന് അധികാരം കൊടുക്കുന്നത് കർത്താവാണ്. വളരെ ചുരുക്കം പേരുണ്ട് ദൈവമക്കളെ, എല്ലാവരും ഒന്നും കള്ളന്മാരല്ല, അതിനകത്ത് കാണും ഇതൊക്കെ. പക്ഷെ വളരെ ചുരുക്കം പേരുണ്ട് ദൈവം അധികാരം കൊടുത്തവർ മനുഷ്യനെ പണിയാൻ. അവരെ പിടിച്ചിരുത്തി, അവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ കണ്ണുനീരിൽ ചാലിച്ചവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവനെ കർത്താവിൻ്റെ ആത്മാവിൽ പണിത് പുറത്തിറക്കിയാൽ സ്തോത്രം, ഒരൊറ്റ സിറ്റിങ്ങിൽ ആള് മാറിയിരിക്കും. എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്രം, സ്വർഗത്തിന് പണിയാൻ നിന്റെ മേലൊരു അധികാരം കൊടുക്കാമെങ്കിൽ, കുശവന് കളിമണ്ണിന്മേൽ അധികാരമുള്ളതുപോലെ ഒരു അനുവാദം കൊടുക്കാമെങ്കിൽ, ഇന്ന് രാത്രി അതിന് സുവർണ രാത്രിയാണ്. ഈ 6-ാം തീയതി രാത്രി ഇവിടെ യോഗം നടക്കുമ്പോൾ ഈ പാവപ്പെട്ട ദൈവദാസൻ ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയ തുച്ഛമായ നന്മ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആർക്കോ വേണ്ടി ദൈവം പറയുന്നു, നിന്നെ ദൈവം പണിത് പുറത്തിറക്കിയാൽ സ്തോത്രം, നിന്നെ കണ്ട ആളുകൾ നിന്നെ അസൂയപ്പെടത്തക്ക രീതിയിൽ, നിന്റെ ശത്രു പോലും ഞെട്ടത്തക്ക രീതിയിൽ നിന്നെ പണിത് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിവുണ്ട്. ഇന്ന് രാത്രി ഇത് എന്തെങ്കിലും ഒന്നും ഇവിടെ നടക്കണം. ഒരു അസാധാരണ വീര്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആരെയൊക്കെയോ ദൈവം തൊടുന്നുണ്ട്. ഇതിനകത്ത് വിഷയങ്ങൾക്ക് ദൈവം അമ്മാനമാടുന്നുണ്ട്. നിനക്ക് രീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതെല്ലാം മനുഷ്യന് പ്രയോജനമുള്ള വിഷയമാണ്. ഇത് മനുഷ്യനെ നന്നാക്കുന്ന വിഷയങ്ങളാണ്. ഇത് ആർക്കും പിടികിട്ടാത്ത ഉട്ടോപ്യൻ ആശയങ്ങളല്ലെന്ന്, സാധാരണക്കാരന് ഗുണം വരുന്ന വിഷയങ്ങളാണ്. ഞാനിപ്പോ പറഞ്ഞ 2 വാക്യത്തിലെ വാരിയെറിഞ്ഞ വിഷയങ്ങൾ. എന്റെ സാറേ, ഇന്ന് രാത്രി 2 വാക്യത്തിൽ നിന്ന് ഇത്രയും വിഷയം കിട്ടി. ഈ അധ്യായത്തിൽ എന്തായിരിക്കും വിഷയം? ഈ പത്രോസിന്റെ ലേഖനത്തിൽ എത്രയായിരിക്കും വിഷയം? പുതിയ നിയമത്തിൽ എത്രയായിരിക്കും വിഷയം? പഴയ നിയമം കൂടി ചേർത്ത് വെച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്തെ വിഷയങ്ങളൊന്നും ആരും ഇതുവരെ തപ്പിപ്പെറുക്കി എടുത്തിട്ടില്ല. ഇന്ന് രാത്രി കഴമ്പില്ലാത്ത പുസ്തകം അല്ലെന്ന് മനസ്സിലായല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇനിയും അങ്ങനെ പറയാനാ പ്ലാനെങ്കിൽ ഞാൻ ആരോടാ പറയുന്നതെന്നറിയില്ല. കർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ട് ആരാണെങ്കിലും. ഇത്രയും കാര്യങ്ങൾ എൻ്റെ പ്രസംഗത്തിൻ്റെ പകുതി സമയം എടുത്ത് ഈ കാര്യം പറഞ്ഞത് വെറുതെ അല്ല.
ആർക്കോ വേണ്ടി പറഞ്ഞതാണ്. ഇനിയും ആ പഴയ ആശയത്തിലാണെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇയാൾക്ക് കാര്യങ്ങളെ വിലയിരുത്താൻ അറിയില്ല. സ്തോത്രം. അതല്ലാതെ പുസ്തകത്തിന്റെ കുഴപ്പമല്ല, ഇങ്ങനെയുടെ കുഴപ്പമാണ്. കാര്യങ്ങളെ വിലയിരുത്താൻ അറിയാമെങ്കിൽ ഇത്രയും തെളിവ് മതി. ഇത് സാധാരണ പുസ്തകമല്ല, ഇത് മനുഷ്യന് പ്രയോജനമുള്ള പുസ്തകമാണ്, മനുഷ്യർക്ക് ഗുണമുള്ള പുസ്തകമാണ്. ഇത് വിശ്വസിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടു, ഇതിന് വിധേയപ്പെട്ടവനും അവന്റെ സന്തതിയും മാനിക്കപ്പെട്ടു. ഇതിന് ജാതിയില്ല, മതമില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, വിദ്യാഭ്യാസം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നില്ല, സവർണനോ അവർണനോ ഇല്ല. ഇത് ചുമക്കാൻ ആരിറങ്ങി വന്നോ അവനെ ശ്രേഷ്ഠനാക്കി മാന്യനാക്കി അവനെ പണിത് ദൈവം മാനിച്ചിട്ടേ ഉള്ളൂ. ആ ദൈവത്തെ ഇന്ന് രാത്രി എന്റെ കഴിവിന്റെ പരമാവധി ഉയർത്തുകയാ. പ്രാർത്ഥിച്ചോ, കരമടിക്കുന്ന കൂടെ പ്രാർത്ഥിച്ചോ. ഇവിടെ വന്നില്ലെങ്കിലും വീടുകളിൽ ഇരുന്ന് ഈ സന്ദേശം തുടങ്ങിയ സമയം മുതൽ ഒരര മനസ്സ് എന്തുകൊണ്ടോ ദൈവികമായൊരു ആകർഷണം ഈ നാട്ടിൽ ഈ പരിസരത്ത് എവിടെയോ വീടുകളിൽ ഇരിക്കുന്നവർക്ക്, ഈ ശബ്ദം കേൾക്കുന്നവർക്ക്, എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കരമടിക്കുന്ന കൂടെ പ്രാർത്ഥിച്ചോ. യേശുവേ, എന്റെ മോനെ ഒന്ന് പണിയണമേ, അവൻ തകർന്നു പോയി, അവൻ ഞങ്ങളുടെ പിടിയിൽ നിൽക്കുന്നില്ല. എന്റെ കുടുംബത്തെ ഒന്ന് പണിയണമേ, എന്റെ ജീവിതം ഒന്ന് പണിയണമേ എന്ന് പ്രാർത്ഥിച്ചോ. സ്വർഗം പണിതിറക്കുന്ന പേര് പറ. എന്നെ ദൈവം നിർബന്ധിക്കുന്നു. ഇത് വലിയ വലിയ സെറ്റപ്പ് പ്രസംഗമായിട്ടൊന്നും കണക്കാക്കണം. നിങ്ങളൊരു സഹോദരനെ പോലെ ഞാൻ ആത്മാവിന് വിധേയപ്പെട്ട് പറയുക. വലിയ കൺവെൻഷനായിട്ട് കണക്കാക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയുന്ന ഒരു സ്നേഹിതന്റെ വാക്കായിട്ട് എടുത്താൽ മതി. സ്വർഗം പറയുന്നു, അറിയോ, ദൈവത്തിന് പണിയാനുണ്ട്, അവരെ മാനിക്കാനുണ്ട്, അവരെ ശ്രേഷ്ഠരാക്കാനുണ്ട്, അവരെ ചേർത്ത് നിർത്താനുണ്ട്. ഇവിടെ ദൈവമക്കൾ ആരാധിച്ചു. ആത്മമണ്ഡലത്തിലെ പണി നടക്കുന്നത്. ഈ പരിസരത്ത് എവിടെയോ, ഈ ചുറ്റുവട്ടത്ത് എവിടെയോ കാണാത്ത മണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ പണി നടക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, ദൂരത്തിരിക്കുന്ന മക്കളെ, നിങ്ങൾ ഈ സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ ഓർത്തോ. നിങ്ങളുടെ സന്തതിക്ക് ഈ ദൂത് ഫലിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഈ വചനം അവിടെ ചെന്ന് ഫലിക്കുന്ന കൃപയേ, 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 കൃപയേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരല്പസമയം കൂടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ആ വാക്യം വായിച്ചതിനോടൊരു കൂറ് കാണിക്കണ്ടേ? അതിനുശേഷം ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പൊക്കോളാം. എനിക്ക് ഉറപ്പുണ്ട്, വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ദൈവം ഒരു പണി പണിതേ വിടത്തുള്ളൂ. അവരുടെ സ്ഥിതി മാറിയിരിക്കും. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താണ്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഈ ഇത്രയും വിഷയത്തിനിടയിൽ ഇന്ന് രാത്രി ഇവിടെ പറയാൻ എൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്നത് ജീവനുള്ള കല്ലായ അവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ജീവനുള്ള കല്ല് യേശുക്രിസ്തുവാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് തെളിയിച്ചു കൊണ്ടുവരാൻ വേറെ സമയമെടുക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇതിനെ ഒരു വിഷയമായി നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദൂത് പകരാൻ പത്രോസിൻ്റെ ലേഖനത്തിനകത്തെ 1-2 വാക്കുകൂടെ പരിചയപ്പെടുത്തി ഈ വാക്യത്തിൽ ഞാൻ വരാം. 3 വ്യത്യസ്തമായ വാക്കുകളിലൂടെയാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ യേശുക്രിസ്തുവിനെ പത്രോസ് പരിചയപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ സന്തത സഹചാരിയും അപ്പോസ്തലന്മാരിൽ ഒന്നാമനും ഏറ്റവും കൂടുതൽ കർത്താവിനെ മനസ്സിലാക്കാൻ വേണ്ടി കർത്താവിനോട് സംഭാഷിച്ചവനും, സ്തോത്രം, ഇടപെട്ടവനും, ചോദ്യങ്ങൾ ചോദിച്ചവനും ഒക്കെ ആയിരുന്ന ആ 12 പേരിൽ അത്രയ്ക്ക് ശ്രദ്ധേയനായ കഥാപാത്രമായിരുന്നു പത്രോസ്. കുഞ്ഞാടുകളെ മേയ്ക്കാൻ വേണ്ടി പ്രത്യേകം തേടിച്ചെന്ന് രണ്ടാമത് പിടിച്ചെടുത്ത് ഫലമേൽപ്പിക്കപ്പെട്ട അപ്പോസ്തലനാണ്. യേശുവിനെ ആ കൂട്ടത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നന്നായി അറിഞ്ഞവൻ. സ്തോത്രം. ആ പത്രോസ് യേശുവിന് 3 പേരുകൾ വിളിക്കുന്നുണ്ട് ഈ ലേഖനത്തിനകത്ത്. അതിലൊന്നാണ് ജീവനുള്ള കല്ല്. രണ്ടാമത്തതൊന്ന് വായിച്ച് കേൾപ്പിക്കാമോ? 2-ാം അധ്യായത്തിൽ തന്നെ 25-ാമത്തെ വാക്യമാണ്. 2:25 വായിക്കാമോ? 2:25. നിങ്ങൾ
തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. അടുത്തത്, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അത് അത്രോസ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ലേഖനം എഴുതുമ്പോൾ, സഭയ്ക്ക് എഴുതുന്ന ലേഖനം കേട്ടോ. സഭയ്ക്ക് എഴുതുമ്പോൾ സഭയോട് പറയുകയാണ്, നമ്മളെല്ലാം ഏത് സഭയിൽപ്പെട്ടവരായിരുന്നെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നെങ്കിലും കള്ളടിക്കുന്നവരും അല്ലാത്തവരും ആരുമായിരുന്നോട്ടെ, ഇതിനകത്ത് വന്ന സഭയ്ക്കകത്ത് വന്നവരെല്ലാം സഭയ്ക്കകത്ത് വരുന്നതിനേക്കാൾ മുമ്പ്, സ്തോത്രം, നമ്മൾ പറയും പുള്ളി വലിയ പുലിയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ വേദപുസ്തകം സമ്മതിക്കുകയല്ല, ഒരു പുലിയില്ല. ബൈബിള് പറയുന്നു എത്ര വലിയ കൊച്ചേട്ടനാണെങ്കിലും തെറ്റി ഉഴലുന്ന ആടിനെ പോലെയായിരുന്നെന്ന്. വഴിതെറ്റി അലയുന്ന ആട്. സ്തോത്രം. ആടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വേദപുസ്തകം പഠിക്കുന്ന ആളുകൾ പഠിക്കണം. കാരണം ബൈബിളിൽ ആടൊരു വലിയ വിഷയമാണ്. സ്തോത്രം. ആടിൻ്റെ ഒരു പ്രത്യേകതയാണ്, 2 പറമ്പിനപ്പുറത്തേക്ക് ആടിനെ കൊണ്ടുവിട്ടാൽ ആടിന് വഴി അറിയുകയില്ല. ആടിനെ കണ്ടിട്ടുണ്ടെങ്കിലേ അതറിയുള്ളൂ. ഞാൻ ഈ പിള്ളേരുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഉപജീവനത്തിന് ദാരിദ്ര്യവും കഷ്ടവും പ്രയാസവും ഉള്ളൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. സ്തോത്രം. എന്തുകൊണ്ടോ എൻ്റെ അപ്പനും അമ്മയും രാത്രിയും പകലും പണിയെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കൂലിപ്പണിയൊക്കെ ആയിരുന്നു. പകല് പുറത്ത് ആളുകൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ രാത്രി ഞങ്ങൾക്കുള്ള സ്ഥലത്ത് മണ്ണെണ്ണ വിളക്ക് കത്തി വെച്ച് കിളച്ച് അതിനകത്ത് ചേമ്പും ചേനയൊക്കെ നട്ട് തിന്നാനല്ല വിൽക്കാൻ, എന്നാലും നടക്കുകയല്ല. എൻ്റെ അമ്മ പണിയെടുക്കാൻ പോവും, രാത്രിയും പകലെല്ലാം പണിയെടുക്കും. ഇതുപോലെ കിട്ടുന്നതെല്ലാം സ്വരുക്കൂട്ടി വെച്ച് അതെല്ലാം വിറ്റ് ഇതൊക്കെ ചെയ്തിട്ടും ഗതി പിടിക്കാത്തൊരു കുടുംബമായിരുന്നു. സ്തോത്രം. വേണേൽ ഒന്നുകൂടെ പറയാം, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എൻ്റെ അപ്പൻ നന്നായിട്ട് അറിഞ്ഞ് പണിയെടുക്കും, കൂലിപ്പണിക്ക്. രാത്രി വീട്ടിൽ വന്നിട്ട് പുരയിടം കിളച്ച് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് കിളച്ച് അതിനകത്ത് സ്തോത്രം പണിയെടുക്കും. പറമ്പ് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യും. അമ്മ സ്തോത്രം പണിക്ക് പോകും. അമ്മ എൻ്റെ അപ്പൻ്റെ കൂടെ കട്ടക്കട്ട നിൽക്കും. ഇത് കൂടാതെ പറയാനിരിക്കുന്ന നാണക്കേടില്ല, ഇത് കൂടാതെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ റബ്ബറും തോട്ടമുണ്ട്. റബ്ബറും നല്ല മീനമാസത്തൊക്കെ റബ്ബറുങ്കാ പൊട്ടി വീഴുമ്പോൾ അതിനകത്തെ കുരു ഉണ്ടല്ലോ. ഒന്നും കാണാത്ത സാഹിബിൻ്റെ മക്കളോട് കൊട്ടാരക്കരക്കാരോട് ഞാനിത് പറഞ്ഞാൽ ഏക്കുമെന്നറിയില്ല സാറേ. സ്തോത്രം. ഇതിനകത്തെ നല്ല കുരു, അത് ഞാൻ എൻ്റെ അനിയനും ഞാനും അമ്മയും കൂടി ഗതികേട് കൊണ്ട് പോയി മുഴുവൻ പിറക്കിക്കൊണ്ട് വന്ന് വീട്ടിൽ വന്നത് കുത്തി പൊട്ടിച്ച് രാത്രി ഇരുന്ന് അതിൻ്റെ തോട് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ വെള്ളപ്പരിപ്പ് കൊണ്ടുവന്ന് അന്നത്തെ കാലത്ത് 1 കിലോ കൊടുത്താൽ 70 പൈസ കിട്ടും. ഒരാണ്ടിൽ ഞങ്ങൾ 3 പേരും കൂടി അപ്പം പണിക്ക് പോകും. ഞങ്ങൾ 3 പേരും കൂടി ഏറ്റവും ചുരുങ്ങിയത് ഒരു 25-30 കിലോ വിറക്കും. സ്തോത്രം. 70 പൈസ വെച്ച് കിട്ടിയ എന്തോരമുണ്ട്. സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇതൊക്കെ പറയാൻ ഭാഗ്യം കിട്ടിയതായി. ഇത് എന്താ പറയുക, പട്ടിണിയും ദാഹം പറയുകയല്ല, ഇതൊക്കെ അറിഞ്ഞ് ജീവിക്കാനൊരു ഭാഗ്യം കിട്ടിയത്. ബർഗറിൻ്റെയും പപ്സിൻ്റെയും പുറത്തേക്ക് പിറന്ന് വീഴാതിരുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകം സ്തോത്രം ചെയ്യും. സ്തോത്രം. അത്രയും കഷ്ടപ്പെടാം. ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ പറയാൻ വന്നതാണ്, ഇതൊക്കെ ചെയ്തിട്ടും കടം മേടിക്കാതെ കാര്യം നടക്കുകയില്ല. കൊടുക്കാനുള്ളവർ വീടിൻ്റെ വാതിൽക്ക് വന്ന് നിന്ന് എന്തോരം ചീത്ത വിളിക്കും. ഞാൻ ഓർക്കുന്നു, എൻ്റെ അപ്പൻ കൊടുക്കാനുള്ളവർ വരുന്ന കാണുമ്പോൾ, ഒരു പാടത്തിൻ്റെ കരയിലാണ് ഞങ്ങളുടെ വീട്, അത്രയും ദൂരെ നിന്ന് വരുന്ന കാണുമ്പോൾ എൻ്റെ അപ്പൻ ഞങ്ങളുടെ വീടിൻ്റെ വാഴയ്ക്ക് മറഞ്ഞു നിന്നും ഞങ്ങളുടെ വീടിനകത്ത് കിടക്കുന്നൊരു വലിയ പെട്ടിയുടെ ചോട്ടിൽ ഒളിച്ചിരുന്നും പാവം ഇപ്പോൾ ഓർക്കുമ്പോൾ സങ്കടം തോന്നും. ഗതികേടുകൊണ്ട്, കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടല്ല, ഇല്ലാത്തതുകൊണ്ട്. സ്തോത്രം. അമ്മ പോയി നിന്ന് ഈ ചീത്ത മുഴുവൻ കേൾക്കും. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം, സ്തോത്രം, എല്ലാവരും പണിക്ക് പോയിട്ടില്ല, റബ്ബറങ്ക പറക്കാൻ പോയിട്ടില്ല, പാട്ടത്തിന് പറമ്പെടുത്തിട്ടില്ല. എൻ്റെ അപ്പൻ ഒരാൾ ചെയ്യുന്നത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നു. ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പഠിച്ചു, ദൈവം തന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, യേശു മുഖാന്തരം എന്ന വാക്കുണ്ടല്ലോ, ആയുസ്സിനെ മറക്കുകയല്ല. സ്തോത്ര. ഹല്ലേലൂയ. ആയുസ്സിനെ മറക്കുകയല്ല. പലരും എന്നോട് പറയും, യൂട്യൂബിലൊക്കെ കേൾക്കുന്നവരെ, സ്തോത്രം, വലിയ വലിയ മീറ്റിങ്ങിൽ പോകുമ്പോഴും ഞാനിത് പറയണ്ടെന്നൊക്കെ വിചാരിച്ചാലും ചിലരുടെ മുഖം കാണുമ്പോൾ പറഞ്ഞു പോകും. സ്തോത്രം. തിരിച്ചു വരുമ്പോൾ എന്നോട് പലരും പറയും, എൻ്റെ വണ്ടി ഓടിക്കുന്ന ആൾ പറയും, പാസ്റ്റർ ഇപ്പോൾ ഒരു വലിയ ആളാണ്, ഇത് പറഞ്ഞൊന്നും കരയരുത്. യൂട്യൂബിലൊക്കെ നാട്ടുകാർ കരയണ്ടെന്നൊക്കെ തീരുമാനമെടുത്താൽ വരുന്നത്. പക്ഷേ സ്തോത്രം, അനുഭവത്തിൽ കരയാതിരിക്കാൻ പറ്റിയല്ലോ.
ഞാൻ ദൈവസ്നേഹത്തിൽ പറയാം, ഇതൊക്കെ ചെയ്തിട്ടും വേര് പിടിക്കാതിരുന്നിടത്ത് യേശുവിനെ അറിഞ്ഞതൊരു ഭാഗ്യമായി. ആ വാക്ക് ഞാൻ പറഞ്ഞു തന്നാണ്. ആടുകളെ പോലെ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റി ഉഴലുന്ന ആടുകൾ. ഞാൻ പറഞ്ഞു വന്നത്, ആടിനെ വളർത്തി ഒരു സമയത്ത് 32 ആടുകൾ വരെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, ചെറുതും വലുതുമായി. 4 മണിക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സ്തോത്രം ഇതിനെ അഴിച്ചുവിട്ട് ഈ തോട്ടങ്ങളിൽ തീറ്റണം. അപ്പോൾ വലിയ യോസേപ്പിനെ പോലത്തെ ആട്ടിടയനൊന്നും അല്ലെങ്കിൽ ഒരു കൊച്ചടയനായിരുന്നു അന്ന് ഞാൻ. അതുകൊണ്ട് ആടിൻ്റെ ഒരുമാതിരി സ്വഭാവവും ഇതൊക്കെ ഒരുമാതിരി അറിയാം. സ്തോത്രം. ആടിനെ 2 പറമ്പ് അപ്പുറം വിട്ട് കഴിഞ്ഞാൽ ആട് തന്നെ തിരിച്ചു വരികയില്ല. സ്തോത്രം. അതാ സാധനം, തെറ്റി ഉഴന്നു പോകും. എന്നാൽ പൂച്ച അങ്ങനെയല്ല. നിങ്ങളുടെ അതിനകത്ത് കൊണ്ടുവിട്ടിട്ട് വന്നാൽ നിങ്ങൾ KSRTC കയറി ഇവിടെ വരുന്നേക്കാകുമ്പോൾ പൂച്ച ഇവിടെ ഓട്ടോ വിളിച്ചു വരും. അതാ പൂച്ച. പട്ടി അങ്ങനെ തന്നെ. പക്ഷെ ആടങ്ങനെയല്ല. എല്ലാ ജീവിയും ഒരുപോലെ അല്ല. ഇതിനകത്ത് ഊമിച്ച കണ്ടോ? സ്തോത്രം. എങ്ങോട്ട് ഉടലുക എന്നുള്ള വാക്കിന് ബൈബിളിൽ ഭയങ്കര പ്രാധാന്യതയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ ചെയ്യണ്ടേന്നറിയില്ല. ഒരു സങ്കീർത്തനക്കാരൻ എഴുതി, എൻ്റെ ദൈവം എൻ്റെ ഉഴൽച്ചകളെ എണ്ണി. ഒരിക്കലൊരു സാധാരണക്കാരനായ ദൈവദാസൻ, ഒരു ഗ്രീക്കും ഹീബ്രു ഒന്നും അറിയാൻ വയ്യ, മലയാളം പോലും ചുവ അറിയാത്തൊരു കർത്തൃദാസൻ ഒരു ദിവസം ആ വാക്ക് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടു, ഉഴൽച്ചകൾ. ചെറിയ ഈ വെളിപ്പാടിൽ കിട്ടുന്ന മറ്റേതിനേക്കാളൊക്കെ സുഖം. അദ്ദേഹം പറഞ്ഞു കേട്ടു, ഉഴൽച്ചകൾ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നറിയാമോ? അദ്ദേഹം സരളമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞു കൊടുക്കും, ഒരു കാര്യത്തിൽ ഒരു പഞ്ചായത്തിൽ പോയി ഒരു കാര്യം നടത്താൻ വേണ്ടി പോവുക, ദൈവകൃപയില്ലെങ്കിൽ 25 പ്രാവശ്യം പോയാലും നടക്കുകയില്ല. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോകേണ്ട വരികയല്ല, അതിനു മുമ്പേ സംഭവം നടക്കും. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഉഴലുക എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി നടന്നാൽ കാണേണ്ടവനെ കാണിയല്ല, കണ്ടാലൊട്ട് കിട്ടിയല്ല. അങ്ങനെ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി. അദ്ദേഹത്തിന് പ്രസംഗാട്ടോ വ്യാഖ്യാനോ? സ്തോത്രം. ഉഴുന്ന് എൻ്റെ ഉഴൽച്ചകളെ എണ്ണെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം. സ്തോത്രം. ഒരു ജോലിക്ക് വേണ്ടി പഠിച്ച സർട്ടിഫിക്കറ്റുമായിട്ട് എത്ര പ്രാവശ്യം ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പോയി നിന്നു, എത്ര പ്രാവശ്യം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഇന്റർവ്യൂ പോട്ടെ, എത്രയോ വീടുകളിൽ പെങ്കൊച്ചുങ്ങൾ പാവങ്ങൾ ഒന്നും തോന്നരുത് കിട്ടോ, എത്രയോ പേരുടെ മുമ്പിൽ ചായം കൊണ്ട് നിൽക്കേണ്ട വന്നു. പെണ്ണ് കാണാൻ വന്നതിൻ്റെ കാര്യം പറഞ്ഞേ, 45 പേർക്ക് ചായ കൊടുത്താലും ഒരുത്തിനും ഇഷ്ടപ്പെടുകയില്ല. സ്തോത്രം. അങ്ങനെ കുഴയുമ്പോഴാണ് ഈ ഉഴൽച്ച എന്ന വാക്ക് വരുന്നത്. അതിന് ഗ്രീക്ക് ഹീബ്രു ഒക്കെ വേറെ വല്ലതും കാണുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് പാവം ഒരു ദൈവദാസന്റെ വ്യാഖ്യാന. യേശു ക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ നീ ചെന്ന് മേടിക്കുകയല്ല, നന്മയും കരുണയും നിന്റെ പുറകെ വരാൻ തുടങ്ങും. കൃത്യസമയമാകുമ്പോൾ നീ പോലും മനസ്സിൽ തോന്നാത്ത സമയത്ത് നിന്റെ സന്തതിക്ക് വേണ്ടി, ആദമിന് വേണ്ടി ഒരു ഹവ്വയെ വരുത്തി കൊടുത്തതുപോലെ എന്റെ ദൈവം വരുത്തി കൊടുക്കും. അതിന് ദൈവം കൂടെ വേണം. ഉഴൽച്ചകൾ ഇന്ന് രാത്രി തൊടുന്നിടത്തെല്ലാം ദൂതാണ്. ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് രാത്രി ഈ നാട്ടിലെ ചിലരുടെ ഉഴൽച്ചകൾ തീരട്ടെ. ഒരു വിദ്യാഭ്യാസ ലോണിന് വേണ്ടി നീ 16 ബാങ്കിൽ കയറി ഇറങ്ങി, എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടുവരാൻ പറഞ്ഞു, എല്ലാത്തിനും കോപ്പി അവന്മാരെ മേടിച്ചു വെച്ചു. അവസാനം എല്ലാം കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു, ഹല്ലേലൂയ, എല്ലാം കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞു സിവിൽ സ്കോർ ഇല്ല, അതുകൊണ്ട് ഇല്ലെന്നോ. അന്നപ്പോ ഈ ആദ്യം പറയാൻ വയ്യായിരുന്നോ? ഇത് 45 പ്രാവശ്യം നടന്നു കഴിയുമ്പോഴാണ് പറയുന്നത് മറ്റേതില്ലെന്ന്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ആർക്കോ വേണ്ടിയാ പറയുന്നത്. എനിക്ക് കൃത്യമായിട്ടറിയാം. ദൂത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറിയാം. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു, ആരോ എന്നെ തൊട്ടെന്ന് പറഞ്ഞില്ലേ? ചുമ്മാ തൊടുന്നവനും ഈ ശക്തിയും കൊണ്ട് പോകുന്നവനും അത് ഇതിനകത്തുണ്ട്. ശക്തി ഇറങ്ങി പോകുമ്പോൾ അറിയാം ആരോ തൊടുന്നുണ്ട്. ഇന്ന് രാത്രി എനിക്ക് എന്റെ ശരീരത്തിൽ അറിയാം, എനിക്ക് എന്റെ ശബ്ദത്തിൽ അറിയാം, എനിക്ക് എന്റെ ആത്മാവിൽ അറിയാം, ഇതാരോ ചോർത്തുന്നുണ്ട്, ഇതാർക്കോ ഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുക, ഉഴൽച്ച
ഉഴച്ചകൾ ആരോ കറങ്ങി നടക്കൊരു കൊച്ചിനെ പഠിപ്പിക്കാൻ ദൈവദാസനാണെങ്കിൽ പോലും ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, പ്രവചനമായി പറയുന്നു, ഈ രാത്രി നീ മറ്റൊരുത്തിന് മുമ്പിൽ പോകരുത്. ഞാൻ നിന്റെ ഉഴച്ചകളെ എണ്ണുന്ന ദൈവമാണ്. അതുകൊണ്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടത്, നിന്റെ ആവശ്യത്തിന് വേണ്ടത് ഞാൻ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് തരാൻ വിശ്വസ്തനെന്ന് ദൈവം ആരോടോ ദൂത് പറയുന്നു. രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ ആ ദൂത് നീ എന്റെ ശക്തി ഇങ്ങ് ചോർത്തിയെടുത്തോളണം. ആത്മാവിൽ പറയാ, അത് നിനക്കുള്ളതാണെങ്കിൽ നീ അങ്ങ് 1000 പേരുടെ ഇടയിൽ കൂടെ നടന്നാലും നീ അതങ്ങ് തൊട്ടെടുത്തോളണം. ബാക്കി കാര്യങ്ങൾ നീ ഉഴലാതെ നടത്താൻ അതെന്റെ ദൈവത്തിന് കഴിയും. തെറ്റി ഉഴലുന്ന ആടുകൾ യേശുവിനെ കാണുന്നതിനേക്കാൾ മുമ്പ്, കർത്താവിന്റെ കൈക്കീഴെ വരുന്നതിനേക്കാൾ മുമ്പ്, ഈ ആത്മീക ഗ്രഹത്തിൽ ചേരുന്നതിനേക്കാൾ മുമ്പ്, വീണ്ടെടുപ്പ് ലഭിക്കുന്നതിനേക്കാൾ മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ്, കാൽവരി ക്രൂശിലെ പുണ്യാഹ രക്തം ഒരു തുള്ളി നിന്റെ മനസ്സാക്ഷിയിൽ വീഴുന്നതിനേക്കാൾ മുമ്പ്, നീ അത് കൊമ്പത്തെ ആളാണെങ്കിലും വേറെ പുസ്തകം പഠിപ്പിക്കുന്നു, നീ ഉഴലുന്നവനാണ്. ഈ പിതൃസ്വത്തിനും പണത്തിനുമെല്ലാം അതിനെല്ലാം പരിമിതിയുണ്ട്. അത് കഴിയുമ്പോൾ ഉഴലേണ്ടി വരും. രാത്രി ഉഴലുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളണം, ഒരു സംഘടനയും ഉഴൽച്ച മാറ്റില്ല കേട്ടോ. ആ വാക്കിന്റെ ഒക്കെ അർത്ഥം പഠിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഉഴൽച്ച എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാന പ്രശ്നമാണ്. സ്തോത്രം. അത് മാറണമെങ്കിൽ ദൈവത്തെ കൊണ്ടേ പറ്റുള്ളൂ. ദൈവത്തെ 1 മാസത്തെ വാടക ചിലപ്പോൾ ഒരാൾ ഔദാര്യത്തിന് തന്നേക്കാം. പക്ഷെ 1 മാസത്തെ വാടക കൊണ്ട് തീരില്ല. ചക്രം ചവിട്ടുന്നവൻ ചവിട്ടി താത്തുന്നത് പോലെ 30 ദിവസം പോകുമ്പോൾ അടുത്തത് വരികയല്ലേ. ഉഴൽച്ച തീർന്നാൽ നിനക്കിനി അത് കൊടുക്കേണ്ടി വരികയില്ല. അതുപോലെ തീർത്തു തരുന്നവനാണ് ദൈവം. ആടുകളെ പോലെ തെറ്റി നടന്ന് ഒരു കാലത്ത് ഉഴച്ച തീരുകയില്ല. ദൈവത്തിന്റെ കൈക്കീഴിലെ ആടായി മാറിയാൽ നിന്റെ ഉഴച്ച മാറ്റുമെന്ന് വിശ്വസിച്ചേറ്റെടുക്ക്. സ്വർഗം ഇന്ന് രാത്രി ഈ ദിവസങ്ങളിലെ ഒരു പ്രസംഗവും പിടിച്ചോടത്ത് നിൽക്കുന്നില്ല. കർത്താവ് ചിലരോട് പ്രവചിക്കുക. ദൈവം ചിലരെ 2026 കയറിയതിനു ശേഷം എന്റെ യേശു ഈ സീസണിൽ ദൈവാത്മാവ് പറയുന്നു, 4 പോയിന്റുകളല്ല, സ്വർഗീയ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ സ്നേഹിതനെ പോലെ പറയാം, യോഗം കഴിയുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് കൈവച്ച് പക്ഷേ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാനൊന്നും ഇരിക്കരുത്. ഈ ദൂതന്റെ വെളിച്ചത്തിൽ തീരുമാനിക്കണം. തെറ്റി ഉഴലുന്ന ആടിനെ പോലെ ആർക്കും പിടികൊടുക്കാതെ, ഒന്നിനും വിധേയപ്പെടാതെ ഉഴന്നുഴന്ന് കൊട്ടാരക്കരെ തീരരുത്. സ്വർഗം പറയുന്നു, നിന്നെ ദൈവമായ കർത്താവ് അവിടെ നിന്ന് ദൈവത്തിന്റെ കൈ കീഴിലെ ആടാക്കും. മടങ്ങി വരാൻ. തെറ്റി ഉഴലുന്ന ആടുകളെ പോലായിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും. അത് 1 മിനിറ്റ് നേരത്തേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ്. ആത്മാക്കളുടെ ഇടയൻ. ഞാൻ യേശുക്രിസ്തുവിന് പത്രോസ് കൊടുത്ത 3 പേരാണ് പറയുന്നത്. ഒന്ന് ജീവനുള്ള കല്ല്, രണ്ടാമത്തത് അവിടെ എഴുതിയിരിക്കുന്നു ആത്മാക്കളുടെ ഇടയൻ. അത് കഴിഞ്ഞ അടുത്ത വാക്ക് അധ്യക്ഷനുമായവങ്കിലേക്ക്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അധ്യക്ഷനുമായവങ്കിലേക്ക്. അധ്യക്ഷൻ യേശുക്രിസ്തുവിനെ വിളിച്ചൊരു പേരാണ്, വേറെ ആരും വിളിക്കാത്ത പേര്. പഴയ നിയമത്തിലില്ല, പുതിയ നിയമത്തിലില്ല. മലയാളത്തിനകത്ത് ചില കൃത്യമായിട്ട് വന്നു. പത്രോസ് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് ഏതോ ഒരു സഭയിലേക്കെന്നല്ല, ഏതോ ഒരു ഉപദേശിയുടെ കൈ കീഴിലേക്കെന്നല്ല, അധ്യക്ഷന്റെ അടുക്കലേക്ക്. ആരാണ് അധ്യക്ഷൻ? സംശയിക്കേണ്ട, യേശുക്രിസ്തുവിനെ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തു അധ്യക്ഷൻ. നിങ്ങളൊരു പക്ഷെ ഇപ്പോഴായിരിക്കും ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് യേശുവിന് അങ്ങനെ ഒരു പേരുണ്ടെന്ന്. കിടക്കുന്നു അധ്യക്ഷൻ. മലയാളത്തിൽ ചില വാക്കുകൾ മലയാളത്തിലാണ് ഏറ്റവും, ബാക്കി ഏത് ഭാഷയേക്കാൾ സുന്ദരം. അധ്യക്ഷൻ. ആ വാക്കിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് വാക്ക് എപ്പിസ്കോപ്പോസ് എന്നാണ്. എപ്പിസ്കോപ്പോസ്. പൗരോഹിത്യ സഭയിലൊക്കെ എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞൊരു പൊസിഷനുണ്ട്.
ഒറിജിനൽ യേശുക്രിസ്തുവാണ് കേട്ടോ. എപ്പിസ്കോപ്പ, യേശുക്രിസ്തു എപ്പിസ്കോപ്പോസ്, അധ്യക്ഷൻ. അത് അങ്ങനെ വിളിച്ച അധ്യക്ഷനെന്ന്, അധ്യക്ഷൻ്റെ അടുക്കലേക്ക് വന്നെന്ന് പറഞ്ഞു. ഞാൻ പറയാം, സ്തോത്രം, ഇന്ന് രാത്രി യോഗത്തിന് ശ്രേഷ്ഠനായ ഒരു അധ്യക്ഷനുണ്ട്. ബഹുമാനപ്പെട്ട പാസ്റ്റർ, സ്തോത്രം, പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ ഔപചാരികമായിട്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ജോൺ സാമുവേൽ സാറിനെ ഈ പുൾപിറ്റിലേക്ക് വിളിച്ചു. സ്തോത്രം, ഇന്ന് രാത്രി സാറിൻ്റെ പൊസിഷൻ അധ്യക്ഷനാണ്. സ്തോത്രം, അധ്യക്ഷൻ. എന്താണ് അധ്യക്ഷൻ്റെ ദൗത്യം? ഇന്ന് രാത്രിയിലെ യോഗത്തിന് അധ്യക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അധ്യക്ഷനില്ലാത്തൊരു യോഗം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? അത് മനസ്സിലാക്കണമെങ്കിൽ വലിയ ശവാടക്കനും പോകണം. ശവാടക്കനൊക്കെ ഞങ്ങളുടെ തിരുവല്ലയിലൊക്കെ ഇപ്പോൾ 2 അധ്യക്ഷന്മാരാണ്. ഒരധ്യക്ഷൻ സമയം പറയാനും മറ്റേ അധ്യക്ഷൻ പാൻഡെ പിടിച്ച് വലിക്കാനും. സ്തോത്രം. കാരണം 2 അധ്യക്ഷൻ ഉണ്ടായിട്ടും 3 മണിക്ക് അടക്കേണ്ട അമ്മച്ചിയെ 5-നും അടക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒതു തീരെ പറയുക അധ്യക്ഷൻ ഉണ്ടായിട്ട്. അപ്പം നിങ്ങൾ നോക്കി, അധ്യക്ഷനില്ല, മൈക്കും വെച്ചിട്ടുണ്ട്, സ്തോത്രം, ഇതുപോലെ പുൾപിറ്റും ഉണ്ട്, വരുന്നവനെല്ലാം പറയാം. 3-ാം ദിവസം പോലും ആ സാധനം അടക്കാൻ കിട്ടുമോ? അധ്യക്ഷൻ ഉണ്ടായിട്ട് കിട്ടുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രി അധ്യക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ വരുന്നവരൊക്കെ പാട്ടുകാർ സമയം പോലെ പാടുക, പ്രസംഗിയൻ രാത്രി സ്തോത്രം ഒത്തൊഴുത്. ഇവിടെ അധ്യക്ഷൻ്റെ കയ്യിലാണ് റിമോട്ട്. ഇതിനകത്തൊരു ഔപചാരികതയുണ്ട്, പരസ്പരം. ഇതൊരു തുടർമാനമായ യോഗങ്ങളൊക്കെ ഒരു അണ്ടർസ്റ്റുഡാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കൃത്യനിഷ്ഠമായ ചില യോഗത്തിനൊക്കെ സ്തോത്രം. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ ചെന്നപടി അധ്യക്ഷൻ എൻ്റെ ലിസ്റ്റ് തന്നു. എല്ലാവരുടെ സമയം എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഏറ്റവും വലിപ്പത്തിൽ എഴുതിയിരുന്നത് എല്ലാവരും കൃത്യമായി സമയം പാലിച്ചിരിക്കണം. സ്തോത്രം. നമ്മുടെ യോഗത്തിലാണ് നടത്തുന്നത് ഏറ്റവും വലിപ്പത്തിൽ എഴുതിയിരുന്നത്. കാരണം അവരുടെ കഴിഞ്ഞ വർഷത്തേക്ക് അനുഭവത്തിലായിരിക്കും അങ്ങനെ എഴുതേണ്ട വന്നത്. അപ്പൊ അധ്യക്ഷന്റെ കയ്യിലാണ് ഈ ചരടിരിക്കുന്നത്. അദ്ദേഹമാണ്, കുറച്ചുകൂടെ സീരിയസ് ആയി പറഞ്ഞാൽ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഇനി ഈ പുൾപിറ്റിലേക്ക് ആരാ വരേണ്ടത്, അടുത്തത് ആരുടെ പേരാ പറയേണ്ടത്, അദ്ദേഹം എപ്പോഴാണ് ഇവിടെ നിന്ന് മാറേണ്ടത്, അത് കഴിയുമ്പോൾ അടുത്തത് ആരാ വരേണ്ടത്, അവരെ ഔപചാരികമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കേണ്ടതും അവരെ ഇവിടേക്ക് വിളിച്ചു കയറ്റേണ്ടതും അധ്യക്ഷനാണ്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അധ്യക്ഷനെ മനസ്സിലാകുന്നു. സ്തോത്രം. യേശുക്രിസ്തു അധ്യക്ഷനാന്ന് പറയുന്നത് 2.5 മണിക്കൂർ യോഗത്തിന്റെ അധ്യക്ഷനല്ല, ജീവിതത്തിന്റെ അധ്യക്ഷനായി യേശുവിനെ കിട്ടിയ മനുഷ്യനാണ് ഈ എഴുതിയ പത്രോസമ്മേ. അങ്ങനെ കുറെ ആൾക്കാർ ഈ ലോകത്തിലുണ്ടെന്ന്. അവനവന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, അവനവന് ബോധിച്ചതുപോലെ നടന്നു. ഒരധ്യക്ഷനും ഇല്ല, ഒരു കൺട്രോളും ഇല്ല, ആര് പറഞ്ഞാലും അടങ്ങത്തില്ല, ആരും നിയന്ത്രിക്കാനില്ല, ആരും ചോദിക്കാനില്ല. ബോധിച്ചതുപോലെ നടന്ന അവസാനം ഇല്ലാതായി തീരാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി ചരിത്രത്തിൽ ഒരു അധ്യക്ഷനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണെന്ന് ആത്മാവിൽ വിളിച്ചു പറയാ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ചുമ്മാ എല്ലാം വെപ്രാളോ ഓളോ എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളരുത്. ഇതിന് കഴമ്പുണ്ട്, ശ്രദ്ധിക്കണം. ഇത് ആളെ കൂട്ടാനും മതം മാറ്റാനും കാശുണ്ടാക്കാനും അത് മാത്രം നിങ്ങൾ പറയരുത്. ഈ കാര്യം മനസ്സിലാക്കണം. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ വേറെ ആര് ഇത്രയും പൊരുൾ തിരിച്ച് ഇത്രയും ശക്തമായി, ഞാൻ എൻ്റെ പ്രസംഗം അല്ല പറയുന്നത്, ദൈവസഭയിലെ ശ്രേഷ്ഠരായ പരിശുദ്ധാത്മ നിയോഗമുള്ളവരല്ലാതെ ഈ ലോകത്തിൽ വേദപുസ്തകം ഇതുപോലെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നത് വേറെ ആരുണ്ട്? ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ ആരുടെ മിടുക്കല്ല, ഇത് ജനത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹമാ. മുഴങ്കാലും മേൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ വെളിപ്പാട് തരികയാ. കരുണയുള്ള ദൈവം ഇന്ന് രാത്രി മനസ്സ് തുറക്കുക.
പുറത്തിരിക്കുന്നവരൊക്കെ കേൾക്കണം കേട്ടോ. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ സ്തോത്രം ബൗണ്ടറിക്ക് പുറത്താന്ന് ഓർത്തിരിക്കരുത്. രാത്രി സ്തോത്രത്തോടെ വിശ്വസിച്ച് പറയണോ, ഒരധ്യക്ഷനുണ്ട്. ഇന്ന് രാത്രി മനുഷ്യൻ ദൈവത്തിന്റെ പരമ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയോടുള്ള ദൈവത്തിന്റെ അഗാധ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. അവന് കാശില്ലാതെ വരുമ്പോൾ ലോൺ കൊടുക്കാൻ ഒരാളെ ഭൂമിയിൽ വിട്ടതല്ല, പിന്നെയോ അവന്റെ ജീവിതത്തിന്റെ അധ്യക്ഷനാകാൻ, അവനൊന്ന് ഓർഡറിൽ വരാൻ, അവനൊരു മെനയുള്ളവനാകാൻ, അതിനു വേണ്ടി ലോകത്തിൽ വന്നവനാണ് യേശു. ഹല്ലേലൂയ. അതിനു വേണ്ടി ലോകത്തിൽ വന്നവനായ യേശു. ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഇന്ന് രാത്രി മുതൽ കർത്താവായ യേശു ജീവിതത്തിന്റെ അധ്യക്ഷനാവും. സ്തോത്രം. എന്തായിരിക്കും ജീവിതം എന്നറിയാമോ? ഇന്ന് ആകപ്പാടെ കുത്തിക്കെട്ടഴിഞ്ഞ പുസ്തകം പോലെ തോന്നുമ്പോൾ എഴുന്നേക്കും, തോന്നുമ്പോൾ തോന്നുന്നിടത്തേക്ക് പോകും. സ്തോത്രം. ആ രീതി ഒരു മാസം യേശു ആ ദൈവം എന്ന് പറഞ്ഞ് നടന്നാൽ അടുത്ത മാസം വേറെ ആരാണ്ടെന്ന് പറയും. അതിന് കാരണം എന്താ? അധ്യക്ഷനില്ല. ഒരധ്യക്ഷൻ പുറകിലുണ്ടെങ്കിൽ അവൻ്റെ കൺട്രോളിലായിരിക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ. അധ്യക്ഷൻ ഭയങ്കര അധികാരിയാണ്. അധ്യക്ഷൻ എന്നുള്ള വാക്കുണ്ടല്ലോ, ഭയങ്കര പവറാണ്. ആ എപ്പിസ്കോപ്പോസ് എന്നുള്ള വാക്കിന് 5 അർത്ഥമുണ്ട്. അതൊന്നും ഇവിടെ പറയാൻ പറ്റിയില്ല, നേരമില്ല. സ്തോത്രം. അത്രയ്ക്ക് ശക്തനാണ് അധ്യക്ഷൻ. എന്താണെങ്കിലും എല്ലാ കാര്യമൊന്നും എഴുതി കൊടുത്തോടത്തോളം മൊത്തമൊന്നും പറയാൻ നമുക്ക് പറ്റിയല്ല. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. സ്തോത്രം. ഈ കർത്താവിനെ അധ്യക്ഷനായി കിട്ടിയവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ ലോഡ് തീർന്നു, പിന്നെ അവർ ടെൻഷൻ അടിക്കണ്ട. എടുക്കണ ഒരു അധ്യക്ഷനുണ്ടെങ്കിൽ സമയത്ത് കാര്യങ്ങളൊക്കെ നടക്കും, കൈവിട്ടു പോകത്തില്ല. ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ അധ്യക്ഷൻ യേശുക്രിസ്തു. ഞാൻ ഒരു തെളിവ് പറയാം, ഒറ്റ തെളിവോടെ പറഞ്ഞ് അതിൽ നിന്ന് 4 ദൂതോടെ പറയാനേ നേരം കിട്ടുള്ളൂ. യേശുവിനെ അധ്യക്ഷനാക്കിയാലുള്ള ഗുണം മനഃപൂർവ്വമായിട്ട് നമ്മൾ സമർപ്പിച്ചേൽപ്പിക്കണം. ഓടി വന്ന് ഇന്നു മുതൽ ഞാൻ അധ്യക്ഷനെന്നൊന്നും പറയുകയല്ല. കർത്താവ് നിൻ്റെ കുടുംബത്തിൻ്റെ അധ്യക്ഷനാക്കണം, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അധ്യക്ഷനാക്കണം. അതിന് ജീവിതത്തിലേക്ക് ഞാൻ തുടക്കത്തിൽ വാക്ക് പറഞ്ഞു, സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇന്ന് രാത്രി പലരും ഈ സത്യം അറിയുക. ആദ്യമായിട്ട് യേശു അധ്യക്ഷനാണ്. യേശു സൗഖ്യദായകനാണ്, വിടുവിക്കുന്നവനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അധ്യക്ഷനാണെന്ന് ഇന്ന് രാത്രിയായിരിക്കും പലരും കേൾക്കുന്നത്. അതുകൊണ്ട് ആ വാക്യം ഇന്ന് രാത്രി ഇവിടെ വന്നതിനായി സ്തോത്രം. അധ്യക്ഷൻ. ഞാൻ പറയാം, യായിറോസിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. യായിറോസ് 12 വയസ്സുള്ളൊരു കൊച്ചു മോക്ക്, അവൾ പള്ളിപ്രമാണിയാണ്. യഹൂദൻ്റെ പള്ളി സിനഗോഗ് എന്ന് പറയും. അതിൻ്റെ നടത്തിപ്പുകാരന്, ഭയങ്കര പ്രമാണി, ആ നാട്ടിലെ മാന്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മരിക്കത്തക്ക ദീനം പിടിപെട്ടു. അവസാനം വരെ അവർക്കെല്ലാം ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, രക്ഷയില്ല. പക്ഷെ ഒരു പള്ളിയുടെ പ്രമാണി എന്ന നിലയ്ക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ പള്ളിയായ പള്ളികളിലെല്ലാം, യഹൂദൻ്റെ പള്ളികളിലെല്ലാം പറയുന്നുണ്ട് യേശു എന്നൊരുത്തൻ്റെ നടക്കുന്നുണ്ട്, അവൻ്റെ ഉപദേശമൊക്കെ ഇച്ചിരി പ്രശ്നമാണ്, അവൻ്റെ കൂടെ ആരും യോഗത്തിന് പോകരുത് എന്നൊക്കെ. അപ്പം ഇത് ഈ പള്ളിപ്രമാണിക്ക് അറിയാം. ഇദ്ദേഹം യേശുവിനെ ചുമ്മാ പൊതുജനം പറയുന്നതനുസരിച്ച് കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കാതെ യേശുവിനെ അദ്ദേഹം നന്നായി വിലയിരുത്തിയവനാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ പലരും ഉണ്ടായിരുന്നു. നമ്മുടെ സക്കായി, അദ്ദേഹം രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണാൻ അങ്ങനെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുപോലത്തെ ഒരാളായിരുന്നു ഈ പ്രമാണി. അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത്, അദ്ദേഹത്തിൻ്റെ സമൂഹം യേശുവിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എവിടെന്നോ ഒരറിവ് കിട്ടി. യേശു എന്ന് പറയുന്നവൻ മരുന്ന് കൂടാതെ സൗഖ്യം കൊടുക്കുന്നവനാണ്. രാത്രിയിൽ ഞാൻ പറയാം, യേശു മരുന്നില്ലാതെ സൗഖ്യമാക്കുന്നവൻ, കത്തിയില്ലാതെ ഓപ്പറേഷൻ നടത്തുന്നവൻ, ഈ ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലുണ്ട്, ഈ പ്രദേശത്തുണ്ടെന്ന് നിങ്ങൾ വീട്ടിലിരുന്നോണ്ട് പറഞ്ഞാൽ വീട്ടിൽ കയറി വിടുവിക്കുന്നവനവൻ. അതാ ഞാൻ പറയാൻ പോകുന്നത്. അതോടെ കേട്ടിട്ട് ഇന്ന് രാത്രി നിങ്ങൾ പോകാൻ വാസകൃഷ്ണരാകരുത്. സ്തോത്രം. ഈ പള്ളിപ്രമാണിയായിരിക്കുന്ന മനുഷ്യൻ മനസ്സിലായി യേശുവിനെ ഇനി എല്ലാ വഴി അടഞ്ഞു. കുഞ്ഞ് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിൽ. എൻ്റെ നിരൂപണം ശരിയാണെങ്കിൽ സ്തോത്രം, വീട്ടിൽ പോലും പറയാതെ അദ്ദേഹം, ചിലപ്പോൾ ഭാര്യയോട് പോലും പറയാതെ, ഏറ്റവും
ഏറ്റവും സീരിയസ് ആയ സമയത്ത് യേശുവിനെ തപ്പിയിറങ്ങി. അന്ന് ഇതുപോലെ നോട്ടീസോ ബാനറോ യേശു നടത്തുന്ന യോഗത്തിൻ്റെ ക്രൂസൈഡിൻ്റെ നോട്ടീസോ ലൊക്കേഷൻ മാപ്പോ ഒന്നുമില്ല. എവിടാന്നറിയല്ല. സ്തോത്രം. എങ്കിലും ആഗ്രഹിച്ചിറങ്ങിയവനെ ലജ്ജിപ്പിക്കാത്ത ദൈവം അവൻ്റെ മുമ്പിൽ വന്ന് പെട്ടു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പല്ല, ഇന്നും നെഞ്ചത്ത് കൈവച്ച് കർത്താവെ അങ്ങേ ഒന്ന് കണ്ടുമുട്ടിയായിരുന്നെങ്കിൽ, അങ്ങേ ഒന്ന് എൻ്റെ വീട്ടിൽ ആഗ്രഹിച്ചാൽ വീട്ടിൽ കയറിയിരിക്കവൻ. ആഗ്രഹിക്കുന്നവൻ്റെ മുമ്പിൽ അവൻ വെളിപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും നിശ്ചയമായും. അങ്ങനെ ചുരുക്കി പറയാം, ഈ യേശുവിനെ വിളിച്ചുകൊണ്ട് യായിറോസ് വരികയാണ്. വരുന്ന വഴിക്കാണ് രക്തസ്രാവക്കാരി സ്ത്രീ ഇടയ്ക്ക് വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചു. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ ഡിലേ ആയി. കാരണം പെട്ടെന്ന് യേശു നിന്നു. ഭയങ്കര ആൾക്കൂട്ടമാണ്. ആരാ എന്നെ തൊട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ചു നേരത്തേക്ക് ആ പെങ്ങൾ മിണ്ടാതെ നിന്നു, നിങ്ങൾ ചിലരെ പോലെ നാണിച്ച്. പിന്നെ യേശു വിടത്തിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് അവൾ പേടിച്ചു വന്നു. ഇതെല്ലാം കൂടി സമയം പോയിക്കൊണ്ടിരിക്കുന്ന ആരുടെയാണ്? യായിറോസിൻ്റെ കൊച്ച് ഊർത്തശ്വാസം വലിച്ചു കിടക്കുക. അന്നേരമാണ് സ്തോത്രം നോക്കിയേ ഇവർ വന്നിടയ്ക്ക് കയറി പിടിച്ചത്. പെട്ടെന്ന് യേശു അവളോട് സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ പോയി കാണും. ആ അരമണിക്കൂർ ഡിലേ ആയ സമയം കൊണ്ട് കൊച്ചു മരിച്ചു. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരുപക്ഷെ യായിറോസ് അത് കേട്ട മാത്രമേ ആദ്യം ഓർത്ത് കാണും, ആ സ്ത്രീ അന്നേരം വരാതിരുന്നായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചു രക്ഷപ്പെടാൻ യേശു എന്നൊക്കെ മുമ്പ് എത്തിയനെ. സ്തോത്രം. ഞാൻ നിന്നോടൊരു ദൂത് പറയാം. നീയാണ് പന്തൽ കെട്ടിയതെങ്കിലും, നീയാണ് വിളിച്ചതെങ്കിലും, നീയാണ് കർത്താവിനെ കൂട്ടിക്കൊണ്ട് വരുന്നതെങ്കിലും, നിനക്ക് മുമ്പ് ആരെങ്കിലും വിടുവിക്കപ്പെട്ടു പോയാൽ നിന്റെ വിടുതൽ ഇല്ലാതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. സ്തോത്രം. അതൊന്നും പേടിക്കണ്ട. നീയാണ് സംഭവം ക്രമീകരിച്ചത്. നീയാണ് യേശുവിനെ കൊണ്ട് നാട്ടിൽ വരാനുള്ള പണി ചെയ്തത്. പക്ഷെ ആരും അറിയാതെ പുറകിൽ നിന്നവൾ ആദ്യം കയറി പിടിച്ചു. അവള് സൗഖ്യമായപ്പോഴത്തേക്ക് നിന്റെ വിഷയം വിട്ടെന്ന് വിചാരിക്കരുത്. ചില താമസിച്ചാലും നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അവൻ വന്നത്. ആ കാര്യം ദൈവം ചെയ്തിരിക്കും. അതിനിടയിൽ ആരൊക്കെ വിടുവിക്കപ്പെട്ടു പോയാലും അതോർത്ത് സ്തോത്രം ചെയ്താൽ മതി. നിന്റെ വീടാണ് യേശുവിന്റെ ലക്ഷ്യം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതങ്ങനെ പറയുന്നു. എന്താണെങ്കിലും മുമ്പോട്ട് നീങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഒരുവൻ വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി. ആ വാർത്ത കേൾക്കുന്ന ഒരു അപ്പനെ നിങ്ങൾക്കൊന്ന് മനസ്സിൽ കാണാമോ? മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് കൊട്ടാരക്കര പോയിരിക്കുന്ന ഒരു അപ്പനാണെന്ന് വിചാരിച്ചു. കൊച്ച് ഇവിടെ വെച്ച് മരിച്ചു. പെട്ടെന്ന് അപ്പനെ വിളിക്കാൻ വേണ്ടി ഒരു വണ്ടിക്ക് ഇവിടെ ആളുകൾ പോയി. നേരെ TPM ഹോളിൻ്റെ അപ്പുറം വെച്ച് അപ്പനെ കണ്ടു. വണ്ടിയിൽ ചാടി ഇറങ്ങി ഓടിച്ചെന്ന് അപ്പനോട് പറഞ്ഞു, വേഗം വീട്ടിലേക്ക് വാ, കൊച്ചു മരിച്ചുപോയി എന്ന് MC റോട്ടിൽ വെച്ച് കേൾക്കുന്ന ഒരപ്പൻ, 12 വയസ്സുള്ള കുഞ്ഞ് മരിച്ചുപോയി എന്ന് വഴിയിൽ വെച്ച് കേൾക്കുന്ന അപ്പൻ്റെ മനസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ? അതിനും കൊച്ചു രോഗിയായി കിടന്നാലും മരിച്ചു എന്നുള്ള വാർത്ത അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രയത്നം മുഴുവൻ തീർന്നെന്ന് വിചാരിച്ചു. ഇനി അതല്ല, കൊച്ചിൻ്റെ അടക്കം കഴിയുമ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം വരും. കാരണം എന്താ? പള്ളിപ്രമാണിയാണ്. ഈ മൂർധന്യാവസ്ഥയിൽ യഹൂദ മതം വിലക്കിയിരിക്കുന്ന യേശുവിൻ്റെ പുറകെ പോയി എന്നും പറഞ്ഞ് ഇതെല്ലാം കഴിയുമ്പോൾ അവരിനി അടുത്ത കമ്മിറ്റി കൂടും. അപ്പോൾ ആകെ പ്രശ്നം, കൊച്ചു പോയതല്ല, പ്രശ്നം കലുഷിതമാകും. അയാൾ അമ്പരന്ന് നിൽക്കുക, എല്ലാം തീർന്നോർത്തുണ്ട് മരിച്ചതുപോലെ നിൽക്കുക. ആ സമയത്ത് യേശു ഒരു കാര്യം പറഞ്ഞു, യായിറോസേ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വാക്ക് കേട്ടോ? ചില കാര്യത്തിനകത്ത് ഈ മാത്രം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ചില കേസിൽ അതേ നടക്കുള്ളൂ. ഇനി വേറെ പണം മുടക്കിയിട്ട് കഥയില്ല, ഇനി വേറെ വഴിപാട് കഴിച്ചിട്ട് കഥയില്ല. ചില കേസ് വിശ്വസിക്കുക മാത്രമേ രക്ഷയുള്ളൂ. യേശു പറഞ്ഞു, ഇനി ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒരു സാധ്യതയേ ഉള്ളൂ. അത് വേറൊന്നുമല്ല, വിശ്വസിക്കുക മാത്രം. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന മാത്രയിൽ യേശു മറ്റെങ്ങനെ വന്ന് പറഞ്ഞത് ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട വിട്ടേക്കാനാ. പക്ഷെ ഞാൻ നിങ്ങളോട് ശ്രദ്ധിച്ചിരിക്കുന്നവരോട് ദൂത് പറയാം. ഇപ്പോൾ
ഇവിടെ വരെ ഈ വാർത്ത കേൾക്കുന്ന സമയം വരെ യായിറോസ് യേശുവിനെയും കൊണ്ട് വരിക. എന്നാൽ ഇവിടെ വെച്ച് ഈ യാത്രയുടെ മധ്യത്തിൽ വെച്ച് തൻ്റെ മനസ്സ് തകർന്നു. ഇവിടം മുതൽ ഇനി യായിറോസ് യേശുവിനെ കൊണ്ടല്ല, യേശു യായിറോസിനെ കൊണ്ട് പോവുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പറയാം, ജീവിതത്തിൻ്റെ ഏറ്റവും വേദനയിൽ നീ യേശുവിൻ്റെ കൂടെ നടക്കുന്നതെങ്കിൽ, ഇത്രയും നാൾ നീ യേശുവിനെയും കൊണ്ടാണ് നടന്നതെങ്കിൽ, നീ ഏറ്റവും തളരുമ്പോൾ നിന്നെയും കൊണ്ട് യേശു നടക്കാൻ തുടങ്ങും. ഈ 6-ാം തീയതി രാത്രി മുതൽ കാര്യം തിരിഞ്ഞു വരികയാ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി തിരിഞ്ഞു വരികയാ. ഇത്രയും നാളും നീ അവനെ ഹൃദയത്തിൽ പേറി നടന്നെങ്കിൽ, നിന്റെ നിസ്സഹായതയിൽ, നിന്റെ വേദനയിൽ, നിന്റെ ഏറ്റവും തീവ്രമായ നൊമ്പരത്തിൽ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് ഇട്ടിട്ട് പോകുന്നവനല്ലവൻ ഈ കർത്താവ്. നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. നിന്നെ ഇവിടെ കളഞ്ഞിട്ട് പോകില്ല. പാതി വഴിയിൽ കളഞ്ഞിട്ട് പോയ ഒരുപാട് പേര് സ്വത്രം നിങ്ങളുടെ ദേശത്ത് കണ്ടേക്കാം. പക്ഷേ ഈ കാര്യം എന്താകുമെന്ന് അറിയുമ്പോൾ നിന്റെ പിന്നാലെ വരുന്നവനാണ്, അല്ല നിന്നെ കൊണ്ട് പോകുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അവൻ വലിയവനാണ്. ഞാൻ പറയുന്നത് അധ്യക്ഷന്റെ പവറാട്ടോ. ഇതൊക്കെ അതിൻ്റെ കോംപ്ലിമെന്റ് ആയി കിട്ടുന്ന ദൂതുകളാണ്. നടന്ന് യായിറോസിന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മരിച്ച ബോഡി വീട്ടിലുള്ളപ്പോൾ അപ്പൻ വന്നു കയറുന്ന കണ്ടിട്ടുണ്ടോ? നമുക്കിപ്പോൾ യായിറോസിനെ വിട്, വിദേശത്തായിരുന്ന അപ്പൻ നാട്ടിൽ വെച്ച് അപകടത്തിൽ മകൻ മരിച്ചു. പെട്ടെന്ന് അറിയിച്ചു, അബുദാബിയിൽ നിന്നോ ദുബായിൽ നിന്നോ അപ്പൻ വരിക. എയർപോർട്ടിൽ ചെന്നു വിങ്ങുന്ന ഹൃദയത്തോടോ ഞാൻ കണ്ടിട്ടുണ്ട് 1-ലധികം പ്രാവശ്യം. എയർപോർട്ടിൽ നിന്ന് വന്നു, വീടിൻ്റെ പുറത്ത് വണ്ടി കൊണ്ട് നിൽക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്ന തന്നെ, ഈ അപ്പൻ വരുമ്പോൾ അവിടെയുള്ള എല്ലാവരും അപ്പനേക്കാൾ പെട്ടെന്നൊരു കരച്ചിലുണ്ടാകും. ഭാര്യ ചിലപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ ബോധം കെട്ട് വീഴും. അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നെങ്കിൽ നെഞ്ചത്ത് തല്ലി തലതല്ലി കരയും. സഹോദരങ്ങളും പെങ്ങന്മാരും എല്ലാം അലറിക്കരയും. സ്തോത്രം. ആ നിസ്സഹായ വേളയിൽ ഈ മനുഷ്യൻ ആ ഡെഡ് ബോഡിയുടെ മുകളിലേക്ക് കമന്ന് വീണ് വാവിട്ട് കരയും. ചിലപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നു പറയാം. ഇത് പച്ച മനുഷ്യന്റെ യാഥാർത്ഥ്യമാണേ. സ്തോത്രം. മനസ്സിലായി? കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തത് അല്ലിത്. ഈ മണ്ണിൽ അനുഭവിച്ചവന്റെ വേദനയായി പറയുന്നേ. അതുകൊണ്ട് ഇന്ന് രാത്രി താങ്ങാനാവാത്ത വേദന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ പരിഹാര കർത്താവ്. യായിറോസിനെ കണ്ട മാത്രം യേശു അവിടെ പുതിയ ആളെ, യേശു ആരാന്ന് പോലും അവർക്കറിയില്ല പലർക്കും. ചെന്നു, യായിറോസ് ചെന്നു, കൊച്ചിനെ കണ്ടു. അകത്തിരിക്കുന്നവർ മുഴുവൻ കരയുക. അധ്യക്ഷൻ യേശുക്രിസ്തു വഴിയെ പോയപ്പോൾ കറുത്ത കൊടി കെട്ടിയിരിക്കുന്ന കണ്ടുകൊണ്ട് കയറിയതല്ല. ഈ വീടിൻ്റെ ഗ്രഹനാഥൻ യേശുവിനെ കൈക്കൊണ്ട് അധ്യക്ഷനായി സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവരിക. അങ്ങനെ വന്നവൻ അവൻ്റെ പവർ കാണിക്കും. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയാം, കറുത്ത കൊടി കെട്ടി കാണിച്ച കയറുന്നവനല്ല യേശു. ഇന്ന് രാത്രി ഇവിടെ വെച്ച് ഹൃദയത്തിൽ സ്വീകരിക്കാമെങ്കിൽ കൂടെ വരും. നീ സ്വീകരിച്ച് യേശുവിനെ, വേദപുസ്തകത്തിന്റെ ഭാഷ, കൈക്കൊള്ളുക. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുക. അതിനാര് തയ്യാറായാലും അവന്റെ വീട്ടിൽ യേശു കരുത്ത് കാണിക്കും. ഞാൻ അവിടെ പറഞ്ഞു തരാം എങ്ങനെ കാണിച്ചെന്ന്, കേൾക്കണേ. യേശു അവിടെ ചെന്നു. ആ വീട്, കൊച്ച് 12 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ അവിടെ തിക്കും തിരക്കുക. ഇന്നത്തെ പോലല്ല. ശ്രോത്രം. ഇന്ന് മോർച്ചറി വെച്ചിട്ട് ശ്രോത്രം 3-ാം ദിവസം വന്ന് 2.5 മണിക്കൂർ വെച്ച് എടുക്കുന്നതിനേക്കാൾ പറയാൻ തുടങ്ങും. മോർച്ചറി വെച്ചാണ്, പെട്ടെന്ന് എടുത്തോളണം, പഴുത്തതാണ്, പുഴുത്തതാണ്. കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ കൂടെ എങ്ങനെ ശവടക്കരുവാ, ഞാൻ കാണിച്ചു തരാം. മോർച്ചറിയിൽ നിന്ന് എടുക്കുന്നേക്കാൾ പറയും ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കരുത്, വെയിലാണ്. ഇയാൾക്ക് നഷ്ടമൊന്നുമില്ല, ആ പിള്ളേർക്കല്ലേ പോയത്. ഞാൻ എൻ്റെ കലി തീർക്കുമല്ല, കാര്യം പറയാം കേട്ടോ. അത് ചിലരവിടെ ഇരിക്കട്ടെ, അവർ കാണട്ടെ. അപ്പോൾ അവിടെ ചെന്ന് ഇവരെല്ലാം കൂടി തടിച്ചുകൂടി. ഇന്നത്തെ സ്ഥിതി അതാണ്, പണ്ട് അങ്ങനെയല്ല. പണ്ടൊരു മരണം നടന്നാൽ ആ നാട് മുഴുവൻ അവിടെ ഉണ്ട്, അല്ലേ? പാട്ടുകാരൊന്നും, മക്കളെ ശ്രോത്രം, നിങ്ങൾ നല്ലവരാട്ടോ, ഞാൻ സത്യം പറയുക. പാട്ടുകാരൊന്നും അന്നൊന്നും പുറത്തുനിന്ന് വരുന്നവരല്ല, ആ ഇടവക്കാരാണ്.
രാത്രി മുഴുവൻ അവിടെ ബോഡി ഉണ്ടെങ്കിൽ രാത്രി മുഴുവൻ അവിടെ പാട്ടും പ്രാർത്ഥനയുണ്ട്. ഇന്ന് പിള്ളേർ വെക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാസ്റ്റർമാർ പറയും രാത്രിയൊക്കെ വലിയ പാടാ. സ്തോത്രം ഉണ്ട്. ചർച്ചിൻ്റെ ഫണ്ടിൽ നിന്ന് മോർച്ചറിയുടെ കാശ് തന്നേക്കാം, അകത്ത് വെച്ചിട്ട് രാവിലെ എടുക്കാം. ഇരിക്കണ്ടേ ഈ പ്രയാസം കൊണ്ട്? നല്ല പ്രസംഗത്തിൻ്റെ ഇടയിൽ കുറ്റം പറയുന്നില്ല, പക്ഷെ എന്നാൽ അത്രയും തിരക്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് അധ്യക്ഷനാണ് യേശു. അങ്ങ് കയറിയിട്ട് ആദ്യം കയറിയിട്ട് പുറത്തൊക്കെ തടിച്ചുകൂടി നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഇത് അവിടെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഹല്ലേലൂയൊന്നും അല്ല അവര് പറഞ്ഞത്. അവര് പറഞ്ഞ ഭാഷയും മയക്കിക്കൂടെ പറയാൻ കൊള്ളിയാൽ. കാരണം ഇവൻ ആരാ? കാരണം ഇത്രയും നേരം കൊച്ചു മരിച്ചതിന്റെ പൾസ് പിടിച്ച് മൂക്കി പഞ്ഞിയും വെച്ച് താടിയും കൂട്ടിക്കെട്ടി കാലും കൂട്ടിക്കെട്ടി വെള്ളം പറച്ചിട്ടിരിക്കുക. ഇയാൾ ആരാ ഇത്? ആരാ നോക്കാതെ അധ്യക്ഷൻ പറഞ്ഞു, ബഹളം വെക്കരുത്, കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഞാൻ ആ വാക്കിന്റെ പുറകിൽ ഒരുപാട് നാൾ എന്നെ അങ്ങീ പറയുന്നത് ഇതിനകത്ത് ഏതാ സത്യം? നാട്ടുകാരും ഡോക്ടർമാരും മുഴുവൻ പറഞ്ഞു ബാല മരിച്ചു. ഇവിടെ യേശു മാത്രം പറഞ്ഞു മരിച്ചിട്ടില്ല. ഇതിനകത്ത് ഏതാ സത്യം? സ്തോത്രം. കുറെ നാൾ ഈ ചോദ്യം കൊണ്ട് നടന്നു. ഒരു ദിവസം ഉത്തരം കിട്ടി. ഉത്തരം ഇതാണ്, സ്തോത്രം, മരിച്ചു എന്നതാ സത്യം. മരിക്കാതെ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിൻ്റെ മുഖത്ത് വെള്ളം തെളിച്ച് ഉണർപ്പിച്ചിട്ട് ഞാൻ 3 പേരെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത് കർത്താവ് പിന്നെ പിള്ളേരുടെ ഭാഷ പറയേണ്ട പോലെ അതിന് അങ്ങനെ ആയി പോകത്തില്ലേ? ഉറങ്ങിക്കിടന്നവനെ ഉയർപ്പിച്ചിട്ട് ഞാൻ ഉണർത്തിയിട്ട് ഉയർപ്പി. അപ്പം യേശു മരിച്ചതാ കേസ്. പക്ഷെ ഇവിടെ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുമായി യാഥാർത്ഥ്യം അംഗീകരിച്ചാലും അത്ഭുതം നടക്കണമെങ്കിൽ നീ ആ യാഥാർത്ഥ്യം അംഗീകരിക്കരുത്. നീ പറയണം, ഇല്ല, എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. അത് യായിറോസ പറയണ്ട, പുള്ളിയെ കൊണ്ട് പറ്റില്ലെന്ന് അറിയണ്ട. യേശു പറഞ്ഞു മരിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞു വട്ടാന്ന് പറഞ്ഞ ആൾക്കാർ ഇളകി നിൽക്കുക. ഇളകി നിൽക്കുമ്പോൾ അധ്യക്ഷനെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇളകി നിൽക്കുമ്പോൾ അകത്തേക്ക് കയറിയിട്ട് ഈ യേശു പറയുകയാണ്, ഇപ്പൊ വന്ന യേശു പറയുകയാണ്, ഈ കൊച്ചിന്റെ ഡെഡ് ബോഡിക്ക് അരികെ ഇരുന്ന് കരയുന്ന എല്ലാ ആളുകളും നിർബന്ധമായും ഈ മുറി വിട്ട് പുറത്തിറങ്ങണം. പണ്ട് നാടകം കാണാൻ രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പ് പള്ളിപ്പറമ്പ് പോകുമ്പോൾ നാടകം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഒരു സുഖമുള്ള അനൗൺസ്മെന്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. നാടകം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ പരിസരത്തുള്ള എല്ലാ വൈദ്യുതി ലാമ്പുകളും അണച്ചു തരണമെന്ന് നിർബന്ധമായും അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തു സ്തോത്രം ഇവിടെ പറയുകയാണ്, നിർബന്ധമായും ഇവിടെ ഇരുന്ന് കരയുന്നവൻ മുണ്ടക്കയത്ത് നിന്ന് വന്ന മാവിയാണെങ്കിലും കട്ടപ്പനയുടെ കൊച്ചപ്പനാണെങ്കിലും ഈ കൊച്ചുമായിട്ട് എന്ത് ബന്ധമുണ്ടെങ്കിലും ഇവിടെ ഇരിക്കാൻ പറ്റിയല്ല, ഇവിടെ ഇരുന്ന് കരയാൻ പറ്റിയല്ല, ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. ഞാൻ ചോദിക്കുന്ന, ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നിരിക്കുന്ന ഈ യേശുവിന് ഈ വീട്ടിൽ കയറി, മരണ വീട്ടിൽ കയറി, ആ കൊച്ചിന്റെ അങ്ങേരുടെ യായിറോസിന്റെ പെങ്ങള് കാണൂ, അവന്റെ അനിയൻ കാണൂ, അപ്പന്റെ അനിയൻ കാണൂ, ഇവരെല്ലാം കൂടി കൂടി നിന്ന് കരയുമ്പോൾ ഇവരെ പുറത്തിറക്കി വിടാൻ യേശുവിന് എങ്ങനെ തന്റെ ഇടം ഉണ്ടായി? അതാ അധ്യക്ഷന്റെ പവർ. നീ അധ്യക്ഷനാക്കി നോക്ക്, നേരം കാണിക്കും അവന്റെ കരുത്ത്. ഇനി അതിനേക്കാൾ എന്നെ ചിന്തിപ്പിച്ച് ഞാൻ സ്വോത്രം എൻ്റെ കർത്താവിനെ കെട്ടിപ്പിടിച്ച കാലാൽ ഞാൻ ചുംബിച്ച് സ്വോത്രം പറഞ്ഞ് ഈ ഭാഗം പഠിച്ചപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? യേശു ഇത് പറഞ്ഞപ്പോൾ ഓരോറ്റ അമ്മാച്ചനും ഇയാൾ ആരാടാ എന്ന് തിരിഞ്ഞു നിന്ന് ചോദിച്ചില്ല. ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞില്ല, പറയൂല്ല. കാരണം അവൻ അധ്യക്ഷനായിട്ടാ വീട്ടിൽ വന്നിരിക്കുന്നത്, അധികാരമുള്ള അധ്യക്ഷനായിട്ടാ വന്നിരിക്കുന്നത്. അവൻ പറഞ്ഞാൽ ഇറങ്ങിയേ മതിയാകൂ, അവൻ പറഞ്ഞാൽ മാറിക്കൊടുത്തേ മതിയാകൂ. ഇവിടെ വഴി പോയപ്പോ കയറി വന്നതല്ല, വീട്ടുടയവൻ കൈക്കൊണ്ടതാണ്, അവനെ ആവശ്യക്കാരൻ വിളിച്ചു കയറ്റിയതാണ്. അതുകൊണ്ട് അവന്റെ പവർ കാണിക്കാതെ അവനിനി പോയില്ല. ഹല്ലേലൂയ. കർത്താവിനെ കൈക്കൊണ്ട് നോക്ക്. ചുമ്മാ യേശുവിനെ ഞാനും വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് 4 പാട്ട് പാടി പരിപാടി ഒതുക്കാതെ യേശുവിനെ കൈക്കൊണ്ട് നോക്ക്. അന്നേരം അറിയാം വീര്യം എത്ര വലുതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരുത്തനും തിരിഞ്ഞു നിന്നില്ല.
അതുകൊണ്ട് ഇന്ന് രാത്രി പറഞ്ഞ് കൺക്ലൂഷനിലേക്ക് വരാം. യേശു നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ ഭവനത്തിൻ്റെ, നിന്റെ കുടുംബത്തിൻ്റെ അധ്യക്ഷനായാൽ പിന്നെ അധ്യക്ഷൻ തീരുമാനിക്കും ഇനി ഈ വീട്ടിൽ കരയണോ ചിരിക്കണോ. മനസ്സിലായല്ലോ? കരഞ്ഞോ, ഇനി കരച്ചിൽ തീർന്നു, ഇനി ഇവിടെ കരയണം, ഞാനാ തീരുമാനിക്കുന്നത്. അവർ ചോദിക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചാ മരിച്ച, ഇയാൾക്ക് അങ്ങനെ പറയാം, താൻ മിണ്ടരുതല്ലോ, കരയണോ വേണ്ടയോ എന്ന് ഞാനാ തീരുമാനം, ഞാനാണ് അധ്യക്ഷൻ, അതുകൊണ്ട് ഇവിടെ കരയുന്നവർ പുറത്തു പോകണം. അത്രയ്ക്ക് പവറാണ് യേശു. എന്നിട്ട് ഒറ്റയാൾ എത്ര സ്ഥലങ്ങളാണെന്ന് അറിയാമോ? ഒരു ദിവസം പള്ളിയിൽ യഹൂദന്റെ ദൈവാലയം ശുദ്ധീകരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രം. കഴുത ഇതിനൊക്കെ അന്ന് ജോസിഫസ് ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് പെസഹായ ആഴ്ചയിൽ ഏകദേശം 12 ലക്ഷം ആളുകൾ അവിടെ ഒന്നിച്ചു വരുന്ന ദിവസങ്ങളാണ്. വീട്ടിൽ പോകുകയല്ല, അവർ അവിടെ തമ്പടിക്കുക. അതുകൊണ്ടാണ് എല്ലാ വീടുകളിലെയും മാളികയും ഇതെല്ലാം, ഹോട്ടലും ലോഡ്ജും ഇല്ല. യഹൂദന്റെ ആ സഹകരണം അങ്ങനെയാണ്. എല്ലാ വീടുകളിലും പുറത്തുനിന്ന് വന്നവർ ഗസ്റ്റാണ് അവിടെ. കുമ്പനാട് കൺവെൻഷൻ പണ്ട് നടക്കുമ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. 35 വർഷങ്ങൾക്കും ആദ്യമായി വരുമ്പോൾ ഒരു ബന്ധമില്ല ആ നാട്ടിൽ. ഇപ്പം ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ ഓർക്കാം, വീട് ഞാൻ ഓർക്കുന്നുണ്ട്. ആ വീട്ടിൽ ഒരു പാസ്റ്റർ കൂടെ, ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു 35-40 പേരുണ്ട് ആ വീട്ടിൽ. അവനവൻ വന്ന് കിടക്കുന്നു, കുളിക്കുന്നു, കഴിക്കുന്നു. സ്തോത്രം. കഴിക്കാൻ അവർക്ക് കിട്ടത്തില്ല, അവർ പോകുന്നു. ആ വീട്ടുകാർ അതിന് എത്രയോ വീടുകൾ എന്നതുപോലെ ഇന്നത്തെ കൺവെൻഷൻ അല്ല, അന്നത്തെ കൺവെൻഷൻ പോലെ പഴയ ആളുകൾക്കറിയാം. അങ്ങനെ കുമ്പനാട് കൺവെൻഷനിൽ കുമ്പനാട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ പെസഹ പെരുന്നാളിന് യെരൂശലേം എന്തായിരിക്കും? എല്ലാ വീട്ടിലും ആളുകളാണ്. അവര് മുഴുവനും 12 ലക്ഷം ആളുകളാണ് യഹൂദന്മാർ ചോരത്തളപ്പുള്ളവർ തടിച്ചുകൂടിയിരിക്കുന്നത്. അവരുടെ നടുവിലേക്ക് കാളയെ കെട്ടിക്കൊണ്ട് വന്ന് ഒരു കയറെടുത്ത് ചമ്മട്ടി ഉണ്ടാക്കിയിട്ട് ഒരൊറ്റയാനെ പോലെ പറഞ്ഞത് എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞ് കാളയെ ആടിനെ അഴിച്ചുവിടുകയും നാണയപീഠങ്ങൾ മറച്ചിടുകയും പ്രാവിനെ പറത്തിക്കളയുകയും ചെയ്തിട്ട് ഒറ്റയാള് താനെന്തായി കാണിക്കുന്ന ചോദിക്കില്ല, അവൻ അധ്യക്ഷനാണെന്ന്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ചില ധൈര്യപ്പെടുത്തുക. ചുമ്മാ കടലാസപുലിയാണ്, ചുമ്മാ ഓലപ്പാമ്പനെ കാണിച്ച് പേടിപ്പിക്കുക. യേശുവിനെ അധ്യക്ഷനാക്കിയാൽ നിന്നോട് ഒരുത്തനും ചോദിക്കുകയല്ല. ഒരുത്തനും ചോദിക്കുകയല്ല. അത്രയ്ക്ക് കരുത്തനാണ് നിന്റെ രക്ഷകനായ യേശു. അവനെ അധ്യക്ഷനാക്കണം. യേശു അധ്യക്ഷനായ ജീവിതം മാറും. യേശുവിനെ കുറിച്ച് 3 പേര് പറഞ്ഞിട്ട് ഞാൻ ജീവനുള്ള കല്ല് പ്രസംഗിക്കാനാണ് വന്നത്. ഇനി ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. രക്ഷപ്പെടാനുള്ളവനാണെങ്കിൽ ഇത് മതി. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കല്ലിനേക്കാൾ കൂടുതൽ അധ്യക്ഷനെ ഉയർത്തുകയാണ്. ഇതിനേക്കാൾ ഗംഭീരമാണ് കല്ല്, പക്ഷെ അതിവിടെ പറയാൻ ഇന്ന് രാത്രി ഞാൻ ശ്രമിക്കുന്നില്ല. ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുക. ഇവിടെ കൊണ്ട് നിർത്തുമ്പോൾ ഇന്ന് രാത്രികാലം എന്തിനത് പറഞ്ഞതെന്നറിയാമോ? യേശുവിനെ എനിക്ക് അറിയാമെന്ന് പറയുകയല്ല. ഞങ്ങളുടെ അമ്മച്ചി എല്ലാ ദിവസവും രാവിലെ ഇരുന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് അതും പറയുകയല്ല. ജീവിതത്തിൻ്റെ ഉഴൽച്ചകൾ തീരണമെങ്കിൽ, ഒരധികാരി നിൻ്റെ ജീവിതം ഏറ്റെടുക്കണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ, ഈ കുഴഞ്ഞു മറഞ്ഞ സാഹചര്യം മാറണമെങ്കിൽ, ജീവിതത്തിൽ ഇനി വേണ്ടത് ഒരധ്യക്ഷനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അധ്യക്ഷനെ ജീവിതത്തിൽ കൂട്ടാതെ ഇനി ഒരു പരിപാടിക്ക് ഇറങ്ങരുത്. അതിനിന്ന് രാത്രി മനസ്സ് വെക്കണം. ഈ പുറത്തും മോളിലും ഒക്കെ ഇരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയുക, നിങ്ങളുടെ നാട്ടിൽ വന്ന് പറയുക, ഞാൻ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന പ്രസംഗം പോലും ദൈവം തമ്പുരാൻ മറച്ചു വെച്ചിട്ട് നിങ്ങളോടുള്ള സ്നേഹം കാരണം കർത്താവിൻ്റെ ആത്മാവ് ഈ പുൾപിറ്റിൽ വെളിപ്പാടുകൾ തന്നിട്ടാണ് ഞാൻ ഇത്രയും നേരം നിന്നത്. ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ പറയാം, ഇതിനകത്ത് ദൂതുണ്ട്. ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാണുന്ന വശത്തല്ല, കാണാത്ത മണ്ഡലത്തിലാണ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രി യേശുവിൻ്റെ സന്നിധി നിന്നുകൊണ്ട് പറയണം, ഞങ്ങളുടെ നാട്ടിൽ വന്ന് പറഞ്ഞ് ഇങ്ങേര് പറഞ്ഞ അധ്യക്ഷൻ, ആ 25-ാം വാക്യത്തിൽ കിടക്കുന്ന അധ്യക്ഷൻ അങ്ങാണ്. എൻ്റെ ജീവിതത്തിലെ അധ്യക്ഷനാകാൻ ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു എന്ന്. എത്ര പേര് അങ്ങനെ പറയാൻ തയ്യാറുണ്ട്? അവർ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ഇത്രയും പേര് ആവേശത്തോടെ അങ്ങ് മോളിലിരിക്കുന്ന ആളുകൾ പോലും അതിന് തയ്യാറായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാം. ആ കൈ ഉയർത്തിയവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ദൈവസന്നിധിയിൽ മോളിലും പുറത്തും താഴെയും ഒക്കെ ഇരിക്കുന്നവർ, എല്ലായിടത്തും അകത്തും മുറിയിലടക്കം ഈ തിണ്ണയിൽ ഇവിടെ പരിസരത്ത് മുറ്റത്ത് മോളിലിരിക്കുന്നവർ ഒക്കെ ദൈവത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ പ്രസംഗിച്ചത് സത്യദൈവത്തെക്കുറിച്ചാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ
ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. വീടുകളിൽ ഇരുന്ന് വചനം കേട്ടവരാണെങ്കിൽ പോലും ആരും നിങ്ങളെ കാണുന്നില്ലായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു അനുസരണത്തിന് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് രാത്രി വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു പ്രഭാഷകനല്ല. കാരണം ഞാൻ എൻ്റെ വാക്കിനേക്കാൾ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നത് ആത്മാർത്ഥതയിലാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ലാസ്റ്റ് വാക്കോടെ കേട്ടിട്ട് നിങ്ങൾ അനുസരിക്കുന്നെങ്കിൽ, ബാക്കി ഈ പന്തലഴിച്ചു വെച്ചാലും ദൈവം നോക്കിക്കോളും. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, അതിൽ അശ്രദ്ധരാകരുത്. വേറെ ഒന്നും ഇന്ന് രാത്രി നമ്മൾ ചോദിക്കുന്നില്ല. കർത്താവേ, ഇന്നാണ് ഞാൻ വാസ്തവത്തിൽ അറിയുന്നത്, സ്തോത്രം, യേശു ഇത്ര കരുത്തനായ, യേശു ഭയങ്കരനാണെന്നും ശക്തനാണെന്നൊക്കെ അറിയാം, പക്ഷെ ഇത്ര കരുത്തനായ ഒരു അധ്യക്ഷനാണെന്ന്. അങ്ങയുടെ അധ്യക്ഷതയിൽ ജീവിതം കഴിച്ചാൽ ബാക്കി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായി. അവിടെ വന്ന ബന്ധുക്കളെയും സ്വന്തക്കാരെയും മുഴുവൻ പിണക്കി ഇറക്കി വിട്ടിട്ട് യേശു ആ വീട്ടിൽ താവളമടിച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെയോ അവരെല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ദുഃഖത്തിൻ്റെ അണപൊട്ടി ഒഴുകിയ വിഷയം കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, ഈ കൊച്ചിന് ആഹാരം കൊടുക്ക്, ഇതിനെ സെമിത്തേരിക്ക് കൊടുക്കാനല്ല ഞാൻ ഇവിടെ വന്നത്, ഇവനെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാനാണ്. നിന്റെ സന്തതി എങ്ങൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് പറന്നു നിൽക്കുന്ന ചില കഴുകന്റെ കണ്ണുകൾ പോലെ കൂർത്ത നഖങ്ങളുമായി നീ വളർത്തിയ നിന്റെ തലമുറയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അടരാടി നിൽക്കുന്ന ശക്തിയുടെ കയ്യിൽ നിന്ന് ആ വെള്ള പുതപ്പിച്ച നിമിഷങ്ങളെ മാറ്റി ആ മൂക്കിൽ നിന്ന് പഞ്ഞിയെടുത്ത് കളഞ്ഞ് ആ പെരുവിരലിന്റെ കട്ടഴിച്ച് നിന്റെ കയ്യിലേക്ക് മരവിച്ച നിന്റെ സന്തതിയെ ജീവനോടെ തരാനാണ് ഈ അധ്യക്ഷൻ കരുത്തനായി വന്നത്. അതുകൊണ്ട് ഈ രാത്രി എത്ര പേർ പ്രാർത്ഥിക്കുന്നതാ, എൻ്റെ അധ്യക്ഷനായി വരണം? ആദ്യം ആര് പ്രാർത്ഥിക്കും? ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നു, ഒരാവേശത്തോടെ ആര് പ്രാർത്ഥിക്കും? അങ്ങ് എൻ്റെ അധ്യക്ഷനായി വരണം. ഞാൻ എൻ്റെ രക്ഷകനായിട്ടൊക്കെ അങ്ങ് സ്വീകരിച്ചു. ഇന്ന് രാത്രി കേട്ട ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അധ്യക്ഷനായി വരണം. കുഞ്ഞുങ്ങളടക്കം, മക്കളടക്കം, ഇവിടെ അടക്കി നിൽക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങളടക്കം കണ്ണടച്ച് പ്രാർത്ഥിക്കും. മോളെ, മോനെ, നിന്റെ വിദ്യാഭ്യാസ കാലത്ത് യേശു അപ്പച്ചൻ നിന്റെ അധ്യക്ഷനാകട്ടെ, അവന്റെ കരുത്ത് നിന്നിലേക്ക് പകരട്ടെ. എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷ കൂടി ഉപയോഗിച്ചേ. ചുമ്മാ അശ്രദ്ധരായി നിൽക്കാതെ നിങ്ങളുടെ വിനീത ഭാവം തെളിയേണ്ടതിന് നിങ്ങളുടെ കരം നെഞ്ചത്തേക്ക് വെക്കുകയോ, നിങ്ങളുടെ രണ്ട് കരങ്ങളും മലർത്തി പിടിക്കുകയോ, കൂപ്പുകൈകളോടെ ഒരു ഭക്തിയോടെ നിൽക്കുകയോ, എങ്ങനെ നിങ്ങളൊന്ന് പ്രതികരിച്ചേ. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ കഴിവ് മുഴുവൻ എടുത്താണ് ഈ ഇനി എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു അറിവ് എൻ്റെ ഇല്ല കർത്താവേ. അതുപോലെ ഞാൻ ഈ നാട്ടുകാരോട് അങ്ങ് അധ്യക്ഷനാണെന്ന് പറഞ്ഞു. ഇവർക്കത് മനസ്സിലായി കാണും, ഈ നാടിനത് പിടികിട്ടി കാണും. ഇന്ന് രാത്രി ഞാൻ ഈ ദേശത്തെ അനുഗ്രഹിച്ചിട്ട് പോകുകയാ. ഇവിടെ വന്ന ദൈവമക്കളും കർത്തൃദാസന്മാരും അടക്കമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അധ്യക്ഷനാണ് ഇനി ഞങ്ങളെ നയിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത്, ഞങ്ങളുടെ തലമുറകളെ നിയന്ത്രിക്കുന്നത്. കർത്താവ് ഇത് തെളിയിക്കും. 2026 മുഴുവൻ ഇതിന്റെ പ്രതിഫലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കർത്തൃദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരിവിടെ ഒരു വീട് വെച്ചു, സന്തോഷത്തോടെ ഈ മുറ്റത്ത് കൺവെൻഷൻ നടത്തി അങ്ങയെ ഉയർത്തി. ഈ ഭവനത്തിൽ വന്ന ആയിരങ്ങൾ രക്ഷിക്കപ്പെടട്ടെ. ഇവിടെ അനേകരുടെ വിടുതലിന്റെ കേന്ദ്രമാകട്ടെ. ഈ കുടുംബം, ഈ നാടിനൊരു ആനന്ദമാകണം. ആർക്കും ഒരു വിരക്തി ഉണ്ടാകരുത്. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകൾ ഈ ദേശത്തിന് അനുഗ്രഹമാകണം. ഏതു സമയത്ത് ഓടി വന്ന് പ്രാർത്ഥിക്കാൻ ഒരു സങ്കേതമാകണം. അങ്ങനെ ദൈവമാക്കണം. ദൈവം പ്രവർത്തിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ച് ദൈവത്തിന് നന്ദിയോടെ, ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. കരമടിച്ച് ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം